നമുക്ക് ചേർന്ന് കൈകളിച്ച് ഈ പാട്ട് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. മനോഹരമായ 2 ദിവസത്തെ ഒരു കൂടിച്ചേരലിൻ്റെ അവസാന നിമിഷത്തേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്.
ഇങ്ങനെയൊരു സാവകാശം ദൈവം തന്നോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പസമയം നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നു. പ്രിയ KR ജിൻസി സഹോദരൻ കടന്നു വന്ന് ഈ നടക്കാൻ പോകുന്ന പ്രോഗ്രാമിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. സഹോദരൻ ക്ഷണിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹീതമായ ഈ നല്ല നിമിഷങ്ങൾക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ കർത്താവെ, വിവിധ സ്ഥലങ്ങളായിരിക്കുന്ന പ്രിയ മക്കളോടൊന്നിച്ച് 2 ദിവസം കർത്താവെ ഞങ്ങൾക്കിവിടെ ആയിരിക്കുവാൻ തക്കവണ്ണ ദൈവം അവസരമൊരുക്കിയെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്. കർത്താവെ, ദൈവവചനത്തിൽ നിന്ന് അനേക കാര്യങ്ങളെ ചിന്തിപ്പാൻ കേൾപ്പാൻ ഞങ്ങൾക്ക് കർത്താവ് സഹായിച്ചു എന്നുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവവചനം ഞങ്ങളെ അറിയിക്കുവാനായിട്ട് വചനത്തിന് മേൽ അധികാരം കൊടുത്തുകൊണ്ട് അവിടുത്തെ ദാസന്മാരെ അങ്ങ് അയച്ചു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുകയാണ്. കർത്താവ്, സാം കെ ജോൺ പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ജോർജ് മാത്യു പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. സ്പർജൻ ജോൺസൺ അവരെ പ്രിയപ്പെട്ടവനെ ഓർത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, വളരെ വ്യക്തമായും അതുപോലെ തന്നെ വളരെ ലളിതമായും തന്നെ അവിടുത്തെ ആലോചനകളെ കർത്താവെ എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്ര പ്രധാനപ്പെട്ട വിഷയമാണ് എന്നുള്ളത് ഞങ്ങളെ അവിടുന്ന് കർത്താവ് കാണിച്ചു തന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവെ, മക്കളെല്ലാവരും ഒന്നിച്ച് കടന്നു വന്ന് കർത്താവ് വളരെ സന്തോഷത്തോടുകൂടെ 2 ദിവസം ചെലവഴിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ആ നിലയിൽ ആരോഗ്യത്തോട് ഇരിപ്പാൻ തക്കവണ്ണം രുചികരമായ ഭക്ഷണമെല്ലാം ലഭിച്ചു. ആ നിലയിൽ വളരെ സന്തോഷത്തോടുകൂടെ ഈ സമാപന സമ്മേളനത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. അല്പസമയം കൂടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. തുടർന്നും അവിടുത്തെ വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്കായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഇപ്പോൾ ഞാൻ പേര് വിളിക്കുന്ന സഹോദരന്മാർ ദൈവവേദ ഇവിടെ ഇപ്പുറത്തിലേക്ക് കടന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ബ്രദർ സാം കെ ജോൺ സഹോദരൻ, ജോർജ് മാത്യു സഹോദരൻ, സ്പർജൻ സഹോദരൻ, AD ജെയിംസ് സഹോദരൻ, റൂമി സാം മാത്യു സഹോദരൻ, ഇവരെ ദൈവവേദ സ്റ്റേജിലേക്ക് കടന്നിരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ 2 ദിവസത്തെ ക്യാമ്പ് ഇത്ര മനോഹരമായി തീർക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അതിനൊക്കെ കാരണം നിങ്ങളാണ്. ക്വാണ്ടിറ്റി അധികമില്ല എങ്കിലും കടന്നു വന്ന കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി ദൈവസന്നിധിയിലായിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. ഇങ്ങനൊരു വാക്കുണ്ട്, ഒരു ശിശുവും വൃദ്ധനും കൊതിക്കുന്ന പ്രായമാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും. ബൈബിളിൽ മറ്റൊരു വാക്യമുണ്ട്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകുകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കുകയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും എന്നുള്ളൊരു വാക്കുണ്ട്. അങ്ങനെ ഈ അവസ്ഥയിൽ നിങ്ങൾക്കായിത്തീരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇനി ഈ 2 ദിവസം നടന്ന ക്യാമ്പിനെ കുറിച്ച് ഒരു ഫീഡ്ബാക്ക് നിങ്ങളിൽ നിന്ന് കേൾക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശക്തമായ ഭാഷയിൽ, അതുപോലെ തന്നെ നിങ്ങളെ ദൈവം പ്രേരിപ്പിക്കുന്നത് പോലെ അത് പറയുവാനുള്ള അവസരമുണ്ട്. തന്നെയുമല്ല, ഒരാൾ പറഞ്ഞത് തന്നെ മറ്റൊരാൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് ആവശ്യമില്ല. എന്നാൽ മറ്റുള്ളവർക്കും പൊതുപ്രയോജനത്തിനും ഇടയാകുന്ന രീതിയിൽ ഇനി ഈ ക്യാമ്പ് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം അല്ലെങ്കിൽ തുടർന്ന് നടത്തണമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സമയം നമ്മുടെ മുന്നിൽ അധികമില്ല, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചുരുക്കം ചില വാക്കുകളിൽ A ഗ്രൂപ്പിൽ നിന്നും B ഗ്രൂപ്പിൽ നിന്നും നിങ്ങൾക്ക് ഏവർക്കും പ്രേരിപ്പിക്കുന്ന ഏവർക്കും പറയുവാനുള്ള സാവകാശമുണ്ട്. നിങ്ങളത് സമയം വളരെ ലാഗ് ചെയ്യാതെ പെട്ടെന്ന് പറയണമെന്ന് ഓർപ്പിക്കുന്നു. മൈക്ക് സഹോദരങ്ങൾക്ക് കൈമാറുന്നു. നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ഗ്രൂപ്പ് A എന്നാണ് പറയുന്നത്. എൻ്റെ പേര് നീലൻ അലക്സ് പോൾ. ഞാൻ കുറുപ്പമ്പടിയിൽ നിന്ന് വരുന്നു. അപ്പോൾ ക്യാമ്പ് 2 ദിവസം ഉണ്ടായിരുന്നെങ്കിലും വളരെ അനുഗ്രഹീതമായ ഒരു ക്യാമ്പായിരുന്നു. കാര്യം ഇവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ ലീഡേഴ്സായിട്ടുണ്ടായിരുന്ന 3 പേരും ഇപ്പോഴത്തെ ക്ലാസ്സുകളെല്ലാം വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. ഇവിടെ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ആയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നെങ്കിൽ അതെല്ലാം നമുക്ക് ക്ലിയർ ചെയ്തിട്ട് പോകാൻ പാകത്തിനുള്ള ഒരു ക്യാമ്പും ക്ലാസ്സുകളും ആയിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ കേട്ട ക്ലാസ്സുകളൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ട്. കുട്ടികൾ ജോർജ് മാത്യുവിൻ്റെ ക്ലാസ്സിൽ നമുക്ക് കേട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഉണർവ് കിട്ടുവാൻ വേണ്ടി നമുക്ക് ഈ ലോകപരമായ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ മയക്കുമരുന്നുകൾ അതുപോലത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകാണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ദൈവം നമുക്ക് തരുന്ന നമ്മുടെ ഒരു സന്തോഷത്തിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് ലോകത്തു നിന്ന് വേറെ എവിടെ നിന്നും കിട്ടില്ല. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുവാൻ പാകത്തിന് തന്നെയാണ് ഇവിടെ ക്ലാസ് എടുത്തത്. പിന്നെ സ്പർദ്ധൻ്റെ ക്ലാസ്സിലും അത് തന്നെ ഇവിടെ രക്ഷിക്കപ്പെടാണ്ട് വന്നതോ അത് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു ഉറപ്പില്ലാണ്ട് ഇവിടെ വന്നവരാണെങ്കിലും നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് ഒരു സംശയമില്ലാത്ത രീതിയിൽ തന്നെ പോകാൻ പാകത്തിനുള്ള ക്ലാസ്സുകളായിരുന്നു. അതിനുവേണ്ടി പറഞ്ഞ ഓരോ പോയിൻറ്സും ഓർക്കുന്നുണ്ട്. 4 പോയിൻറ്സാണ് പറഞ്ഞത്. 1 കുറ്റബോധം, 2 മാനസാന്തരം, 3 വിശ്വാസം, 4 പ്രത്യാശ. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും നമ്മൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ അത് ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അതിന് ഒരു സംശയമില്ലാത്ത രീതിയിൽ തന്നെ ചേട്ടൻ ക്ലാസ് എടുത്തു. അതുപോലെ തന്നെ പ്രത്യേക സാമൂഹ്യങ്ങളുടെ ക്ലാസ്സിലും ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അത് നമുക്ക് ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നമുക്ക് തിരിഞ്ഞു നോക്കി കഴിഞ്ഞാൽ ദൈവത്തിന് എല്ലാത്തിനും ഒരു പദ്ധതി ഉണ്ട്. ബാക്കിയുള്ള വ്യക്തികൾ എന്ത് പറഞ്ഞാലോ നമ്മളത് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ട്. അത് മാത്രം നോക്കിയാൽ മതി. നമ്മുടെ ജീവിതം നമ്മൾ കർത്താവിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ വഴി നടത്തിക്കോളൂ. അപ്പോൾ അതുപോലെ തന്നെ പറഞ്ഞതാണ് ആക്സ്, അതുപോലെ തന്നെ ആസ്പെക്റ്റ്, അതുപോലത്തെ 2 മെത്തേഡൊക്കെ ഇനി ഞാൻ തിരിച്ച് വീട്ടിൽ പോകുമ്പോഴും അത് ഉപയോഗിക്കുവാനൊക്കെ ആയിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നലെ നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ പലർക്കും അവരുടെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അഡ്വൈസുകളൊക്കെ തരാൻ അവർക്ക് സാധിച്ചു. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ മിണ്ടാണ്ടിരിക്കേണ്ടതിന് പകരം നമ്മുടെ പേരൻസിനോടോ അല്ലെങ്കിൽ നമ്മുടെ ചർച്ചിലുള്ള ഏതെങ്കിലും എൽഡേഴ്സിനോടോ ഒക്കെ നമുക്ക് സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുവാനും എല്ലാത്തിലും നല്ല ക്യാമ്പുകളായിരുന്നു. എനിക്ക് കുറ്റമൊന്നും പറയാനില്ല. ഫുഡും അതെ, പാട്ടും അതെ, എല്ലാം നല്ലൊരു ക്യാമ്പായിരുന്നു. അപ്പോൾ അടുത്ത ക്യാമ്പിനും എനിക്ക് വരുവാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാ ലീഡേഴ്സിനോടും നടത്തിയ എല്ലാവരോടും നന്ദി പറയുന്നത് നാം വാഴ്ത്തപ്പെടുവാറുണ്ട്. മാറാട്ടെ. ഈ 2 ദിവസം നല്ല രീതിക്കാണ് ക്യാമ്പ് നടന്നത്. നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇനിയും ഇങ്ങനത്തെ ക്യാമ്പ് നടത്തണം ടീമിനോട് അഭ്യർത്ഥിക്കുന്നു. ഇനി അടുത്തത് ബി ഗ്രൂപ്പിൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ഡെൽവിൻ. ഞാൻ ഇവിടെ അങ്കമാലി പടിഞ്ഞാറ സഭയോട് ചേർന്ന് പോരുന്നു. കുറച്ച് നാളായിട്ട് തന്നെ നമുക്ക് സഭയോടനുബന്ധിച്ചായാലും അല്ലാണ്ടുമൊക്കെ ആയിട്ട് യൂത്ത്സിൻ്റെ ഇടയിലൊക്കെ നമ്മൾ അവരുടെ ഇടയിൽ തന്നെ നമ്മൾ സംസാരിക്കാൻ പല ക്ലാസ്സുകളൊക്കെ കേട്ടു പോരുന്നതാണ്. അപ്പോൾ ഇവിടെ വൈബ്രൻസിൻ്റെ ക്യാമ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതൊരു ക്ലോസ്ഡ് എൻവയോൺമെൻറ്റിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ലൊരു പ്രതീക്ഷയിലാണ് വന്നത്. അത് തെറ്റിയില്ല. കാരണം ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴായാലും ക്വസ്റ്റ്യൻസ് നമ്മുടെ എടുക്കുന്നവരടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു പലരും. അത് പാരൻസോ അല്ലെങ്കിൽ അവരുടെ സഭയിലെ കുറച്ച് മുതിർന്നവരുണ്ടെങ്കിൽ ചോദിക്കാൻ നമ്മൾ അത്ര ഓപ്പൺ അപ്പ് ആവില്ല. പക്ഷേ അതിൽ നിന്ന് മാറി ഒരു എൻവയോൺമെൻറ്റിലായിരുന്നു ഇത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഉപകാരത്തിൽ എല്ലാവർക്കും നന്നായിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ നമ്മുടെ സാമങ്ങളുടെ ക്ലാസ് ആയാലും ജോർജങ്ങളുടെ ക്ലാസ് ആയാലും അതുപോലെ തന്നെ സ്വജയുടെ ക്ലാസ് ആയാലും എല്ലാം ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ റിവൈവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അടുത്തത് ഒരു നമ്മുടെ ആത്മീക ജീവിതത്തിൽ നിന്ന് തുടങ്ങി ചർച്ചിലെ സഭയിലുള്ളിൽ എങ്ങനെ ആയിരിക്കണം, അതേപോലെ തന്നെ ഡിസൈപ്പിൾഷിപ്പ്, അതുപോലെ ഗോഡ്സ് വിൽ, ഇതൊക്കെ ഈ ഒരു പ്രായത്തിൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ പഠിക്കുന്നതായിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എടുത്തു ചാടി പോകുന്നതായിട്ടുള്ള ഓരോരോ കാര്യങ്ങളിൽ ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ് ഈ ഒരു ക്യാമ്പിന് കവർ ചെയ്തത്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ ഞാൻ ബി ഗ്രൂപ്പിലായിരുന്നു. ബി ഗ്രൂപ്പിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെയാണ് റെലവൻ്റ് ടോപ്പിക്സ് തന്നെയാണ് കവർ ചെയ്തത്.
ഇനിയും ഇങ്ങനത്തെ ഇതും ഇച്ചിരി കൂടി ടൈം എടുത്തത് കൊണ്ടുള്ള ഒരു ക്യാമ്പ് തന്നെയാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇനിയും അനേകം ടോപ്പിക്കുകൾ കവർ ചെയ്യാനായിട്ടുണ്ട്, റെലവൻ്റ് ആയിട്ടുള്ളത് തന്നെ ഉണ്ട്. കാരണം ക്വസ്റ്റ്യൻസ് അതൊരു നെവർ എൻഡിങ് ആണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ക്വസ്റ്റ്യൻ ആൻസർ സെഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഇച്ചിരി കൂടി നല്ല രീതിയിലാവും. ഈ ഉള്ള സമയത്ത് തന്നെ ആയാലും മക്കളുമാരാ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആ ടൈം കഴിഞ്ഞുവെങ്കിലും അതിന് നിന്നുകൊണ്ട് തന്നെ 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഉള്ള ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കൂടി നമ്മുടെ സോങ്ങിൻ്റെ സെഷൻസ് ഇച്ചിരി കൂടി ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അത് നല്ലത് തന്നെ ആയിരിക്കും. കാരണം പ്രത്യേകിച്ച് ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ 1-2 പാട്ടുകളൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒരു നല്ലൊരു ഉന്മേഷത്തിലാവും. പിന്നെ അടുത്ത പ്രാവശ്യമൊക്കെ ഇനിയും നല്ല നല്ല ടോപ്പിക്സുകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇത് എല്ലാ വർഷവും ഒരു നല്ലൊരു സ്കെഡ്യൂളിൽ തന്നെ നടന്നു പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടി എനിക്ക് തോന്നുന്നു അവധി ഈ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ട് വരുന്നതായ കുറേ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ ഇതായിരിക്കില്ല ഇവിടുത്തെ ഒരു നമ്പർ എന്നുള്ള കാര്യമുണ്ട്. പക്ഷേ എങ്കിലും മുമ്പ് ഞങ്ങൾ ഓർപ്പിച്ചതുപോലെ തന്നെ 70-നടുത്ത ആൾക്കാരുണ്ടെങ്കിലും അതൊരു നല്ല നമ്പർ തന്നെയാണ്. വന്നവർ എഫക്റ്റീവായി പോവുക, റാദർ കുറേ പേര് വന്നു എന്നുള്ളതല്ല ക്യാമ്പിൻ്റെ വിജയം. വെറുതെ കുറേ പേര് വന്നു വലിയവരും വന്നു എന്നുള്ളതല്ല, പക്ഷെ ആ ഏജ് ഗ്രൂപ്പിൽ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളവർ തന്നെ കിട്ടി. അതിന് നല്ല 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 റിസോഴ്സ് ഉള്ള ആൾക്കാരൊക്കെ ദൈവവചനമായിട്ട് ദൈവം തന്നെ അയച്ചു, ദാസന്മാരെയും ലഭിച്ചു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഫീഡ്ബാക്ക് തന്നെയാണ് പറയാനുള്ളത്. ദൈവനാമത്തിലുള്ളവരായിട്ട് ദൈവനാമത്തിൽപ്പെടുമാറാകട്ടെ. ക്യാമ്പ് വളരെ അനുഗ്രഹീതമായിരുന്നു. എനിക്ക് ബിടെക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് രണ്ട് സപ്ലി ഉണ്ട്. അപ്പോൾ ഈ ജാനുവരി 5-ാം തീയതി സപ്ലി പറഞ്ഞത്. അപ്പോൾ അത് ഒട്ടും അറിയാത്ത സബ്ജക്റ്റ് ആയിട്ട് ക്യാമ്പിൽ വന്നോ വേണ്ടിയെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വന്നത് ഭയങ്കര ഉപകാരമായിരുന്നു. ഈ ജോർജ് മാത്യുവിൻ്റെ ക്ലാസ്സും സാമങ്ങളുടെ ക്ലാസ്സും പറഞ്ഞതിൻ്റെ ക്ലാസ്സും എല്ലാം ഭയങ്കര ഇന്റർകണക്റ്റഡായിരുന്നു. പറഞ്ഞതിൻ്റെ ആദ്യം പറഞ്ഞ് അവിശ്വാസികളെയും വിശ്വാസികളെയും കുറിച്ച് അല്ലെങ്കിൽ മനുഷ്യരുടെ പറ്റി ദൈവത്തിൻ്റെ ഉദ്ദേശം അവർ രക്ഷിക്കപ്പെടാമെന്നാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ വിശ്വാസികളെ പറ്റി അവർ ദൈവത്തിൻ്റെ ഉദ്ദേശം കൃപാവരങ്ങൾ സൽഗുണത്തിന് വേണ്ടി അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പൂർത്തീകരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പൂർത്തീകരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്നെടുത്ത പോലെ ദൈവത്തിൻ്റെ ഹിതം അന്വേഷിക്കുമ്പോഴാണ് അങ്ങനെ പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം മനസ്സിലാവും. ആ രണ്ട് കാര്യം ഭംഗിയായിട്ട് ചെയ്യുമ്പോഴേ ജോർജ് അങ്കിൾ പറഞ്ഞ റിവൈവലോട്ട് ചെല്ലുന്നത് ഭയങ്കര ഇന്റർകണക്റ്റഡായിരുന്നു. ഭയങ്കര ഒരു പ്രത്യേക അനുഭവമായിരുന്നു. പിന്നെ ഓരോ ക്ലാസ്സിലും അതിൻ്റെതായ പ്രത്യേകതകളുണ്ടായി. നോട്ട് ചെയ്ത് വെച്ച ചെറിയ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോർജ് മാത്യുവിൻ്റെ ക്ലാസ്സിൽ എടുത്ത് പറയാൻ പ്രത്യേകിച്ചുള്ളത് ദൈവത്തിൻ്റെ ആത്മാവിൽ കാണാനുള്ള ഒരാഗ്രഹം അത് ഭയങ്കരമായിട്ട് കൂടാനിടയായി. ദൈവത്തിന് അത് എന്താ പറയുക, വ്യക്തിപരമായി ദൈവത്തിന് ഭയങ്കരമായിട്ട് തിരിച്ചറിയാനുള്ള ആഗ്രഹം അത് കുറേ പേരുടെ അടുത്ത് പറയുകയും ചെയ്തു. അതെങ്ങനെയാണ് അങ്ങനത്തെ രീതിയിൽ ഞങ്ങൾ സംസാരിക്കാനിടയായി. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പാപം ഭയങ്കര ഒരു പ്രശ്നമാണ്. അപ്പോൾ പാപം ചെയ്യാണ്ടിരിക്കണമെങ്കിൽ ദൈവ സാന്നിധ്യം ഉണ്ടെന്ന്, അതായത് നമ്മൾ പറഞ്ഞ പോലെ അദൃശ്യനായ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഞാനിവിടെ അനുഭവിക്കുന്നുണ്ട് എന്ന് ഞാൻ ശരിയായ നിലയിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ആ കാര്യം ഭയങ്കര ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ റിവൈവലിലൂടെ നടക്കണ ഒരു ഇമ്പാക്റ്റ്, അതിൻ്റെ പ്രാധാന്യം പറയാനിടയായി. അതൊരു ചെറിയ ഇനീഷ്യേറ്റീവാണ്, അല്ലെങ്കിൽ ഒരാളാണ് അത് ചെയ്യണമെങ്കിൽ പോലും അതൊരു മാസ് എഫക്റ്റ് അതിനുണ്ടാവും എന്ന് പറയാനിടയായി. പിന്നെ ഞങ്ങൾ പറയുമെന്ന് പറഞ്ഞാണ്, പക്ഷേ അത് പറയാനങ്ങൾ സമയം കിട്ടില്ല. പിന്നെ സാമങ്ങൾ പറഞ്ഞതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് ചെയ്തത് ദൈവത്തിന് മാത്രമേ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും കഴിയുള്ളൂ. നിൻ്റെ ലൈഫിൻ്റെ അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൻ്റെ പർപ്പസ് പറഞ്ഞു കൊടുക്കാൻ ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ പത്രോസിനെയും അതുപോലെ യോഹന്നാനെയും അതിൻ്റെ എക്സാമ്പിളാക്കി വെച്ച ക്ലാസ് അത് ഭയങ്കര അനുഗ്രഹമായിരുന്ന ക്ലാസ്സായിരുന്നു. പിന്നെ മാരേജിനെ പറ്റി ലാസ്റ്റത്തെ ക്ലാസ് അത് ഭയങ്കര ക്ലിയർ ആയിട്ട് ഒരേ കാര്യങ്ങൾ പറയാനിടയായി. പറഞ്ഞതിൻ്റെ ക്ലാസ്സിലും ആത്മീയ ശുശ്രൂഷ ചെയ്യേണ്ടതും അതിൻ്റെ പ്രാധാന്യവും അത് ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മാറിപ്പോകാണ്ടിരിക്കാനുള്ള ഒരു ആവശ്യകതയും ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായി പറഞ്ഞത്.
പിന്നെ ഏറ്റവും ഞാൻ സാധാരണ ക്യാമ്പുകളിൽ കണ്ടുവരാത്തൊരു കാര്യം ഞാൻ കണ്ടത് കേസ് സ്റ്റഡി ഭയങ്കര നല്ലതായിരുന്നു. കേസ് സ്റ്റഡി കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങൾ റൂമിൽ ചെന്നപ്പോൾ കുറേ പേര് വന്ന് റൂമിലായാലും പുറത്തായാലും ഈ കേസ് സ്റ്റഡി നടന്ന കാര്യം അവരുടെ വ്യക്തിപരമായ ജീവിതത്തിലെ അഭിപ്രായം പറഞ്ഞ് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായി. അത് കുറേ നേരം സംസാരിക്കാനുണ്ടായി. ക്യാമ്പ് ചേട്ടൻ പറഞ്ഞ പോലെ ഇനിയും കുറച്ച് ദിവസം കൂടി മുന്നോട്ട് നീട്ടുകയാണെങ്കിൽ അത് ഭയങ്കര അനുഗ്രഹീതമായ കാര്യമാണ്. ഇതേ നമുക്ക് തോന്നാട്ടോ. ഞാൻ കൂടുതലൊന്നും പറയുന്നുള്ളൂ, അവരെല്ലാം പറഞ്ഞു. So they have covered all of that. For me, what impacted in my life, impacted by this camp is ജോർജ് അങ്കിൾ പറഞ്ഞൊരു കാര്യം. എൻ്റെ ലൈഫിൽ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാവാൻ പറ്റാതെ വൈ കാണ്ട് ഐ നോ ഗോഡ്സ് വിൽ. പിന്നെ മനസ്സിലായി, യു നീഡ് എ കോൺസ്റ്റൻറ്റ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ഇൻ ഓർഡർ ടു നോ ദ വിൽ ഓഫ് ഗോഡ്. അതിനെ എല്ലാ ദിവസവും മെഡിറ്റേറ്റ് ചെയ്യണം. പിന്നെ അങ്കിള് പറഞ്ഞൊരു കാര്യം, അങ്കിൾക്ക് മെസ്സേജ് ഓരോ ആഴ്ചയ്ക്ക് മെസ്സേജ് കിട്ടുന്നത് ഓരോ മെഡിറ്റേഷൻ്റെ ഭാഗമായിരിക്കും. സോ ദാറ്റ് റിയലി ഇമ്പാക്റ്റഡ് മീ ആൻഡ് മെയ്ഡ് മീ തിങ്ക്, ഇറ്റ്സ് ഇറ്റ് not because I am not meditating constantly that God is not talking to me. ഞാൻ എപ്പോഴും മെഡിറ്റേറ്റ് ചെയ്യാത്തത് കൊണ്ടല്ലേ ദൈവം എൻ്റെ അടുത്ത് സംസാരിക്കാത്തത്. സോ I think that is one of the impactfulness in my life. And also സ്പർജൻ ചേട്ടൻ പറഞ്ഞ സഭ means church, the local church is a very important factor for a believer to grow, to nurture. So instead of jumping around churches, you have to remain in one church, and you must do the function that I should do in that church for the edification of that church. And the functions are നമ്മുടെ കൃപാവരങ്ങളാണ് ആ ഫങ്ഷൻസ്. സോ if God has given you God has given you the spiritual gifts, but if you are not using it, then we are accountable to God for that. പിന്നെ സാമങ്ങൾ പറഞ്ഞ മാരേജിനെ കുറിച്ചുള്ള ക്ലാസ്, it made my eyes open into many, in a new perspective of, especially when he told ദൈവം, God doesn't prepare രണ്ടാൾക്കാരെ മുന്നമേ പ്രിപ്പയർ ചെയ്യുന്നില്ല. ഇറ്റ്സ് ഗോഡ്സ് വിൽ. ഓർ എനിക്ക് പറയാൻ പറ്റില്ല ഇന്ന ആൾ എൻ്റെ അല്ല, വേറെ ഒരാൾ മതിയായിരിക്കില്ല, അങ്ങനെയല്ല. ബട്ട് ഇറ്റ്സ് ഗോഡ്സ് വിൽ ദാറ്റ് ഹെൽപ്സ് എ പേഴ്സൺ to know who the right person is, and he is having the freedom to choose under God, with the help of God, with the principalities and the principles and the condition that God has given. Through that he can choose a person, of course with the help of the church and parents. So that is one of the great things that he has cleared. And just like you told, 3 of them had different topics, but 3 of them connected somehow. And I believe that God is the one who connected all of this. And to everyone over here, I would say we have to use this, and we have to use it for God, learn the things and apply it in our life. Just like the churches in the first century, they got scattered. We are all meant to be scattered in various places. So just like Spurgeon told, our main duty is to spread the gospel. So we are all tools for God for that purpose. So we have to use that for God's glory. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഈ ക്യാമ്പ് പലരുടെയും അഭിപ്രായത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ തന്നെയാണ് നടക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്, കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. എല്ലാവരും ഒരേ അഭിപ്രായത്തിൽ പറഞ്ഞത് ഒരു 2 ദിവസത്തോടെ അല്ലെങ്കിൽ 3 ദിവസത്തോടെ 2 നൈറ്റ് അവർക്ക് വേണം എന്നുള്ളത് തന്നെയായിരുന്നു അവർ ഏറ്റവും കൂടുതൽ അഭിപ്രായപ്പെട്ടത്. ഏതായാലും അടുത്ത പ്രാവശ്യം അതിന് നമുക്കൊരു പരിഹാരം കണ്ടെത്തണം. പിന്നെ ഇവിടെ നടന്ന ഓരോ ക്ലാസ്സിലും ഓരോരുത്തരുടെയും ഫീഡ്ബാക്ക് കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. പലരുടെയും ജീവിതത്തിൽ അത് പല മാറ്റങ്ങളും കൊണ്ടുവരാനായിട്ട് ഇത് മുഖാന്തരം ഇടയായിത്തീരട്ടെ. പലരും രക്ഷയുടെ അനുഭവത്തിലേക്കും അതുപോലെ തന്നെ പലരും എങ്ങനെയാണ് ദൈവത്തിന് ഹിതം കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ പലർക്കും സംശയമുണ്ടായിരുന്നതെല്ലാം ഈ ഒരു ക്ലാസ്സുകളിലൂടെ എല്ലാം മാറുവാനായിട്ട് ഇടയായിത്തീർന്നല്ലോ. അതിന് ദൈവത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു. പിന്നെയും ഓരോരുത്തർക്കും ഉള്ള സംശയങ്ങൾ നമ്മൾ തോന്നും ഇതെല്ലാം ചെറിയ ചെറിയ സംശയം, പക്ഷെ അവർക്കത് വലിയ സംശയങ്ങളായിരിക്കും. അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം ഈ ഒരു ക്യാമ്പിലൂടെ മാറുവാൻ തൊക്കൊണ്ടിടയായി. പിന്നെ കേസ് സ്റ്റഡി എന്നാൽ സ്വർജ്ജനത് പറഞ്ഞപ്പോഴും എനിക്ക് സ്വന്തമായിട്ട് തോന്നിയത് എൻ്റെ ഒരു ജീവിതം അനുഭവം തന്നെയാണ്. പക്ഷേ അത് പലരുടെയും ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരേ തരത്തിലുള്ള കാര്യങ്ങളാണ്. പലരുടെയും സാക്ഷ്യങ്ങൾ കേട്ടപ്പോൾ പലരും അവിടെ ഡിസ്കസ് ചെയ്തപ്പോൾ പ്രത്യേകിച്ച് ഇന്നലെ ഞങ്ങൾ രക്ഷാനുഭവത്തിൽ ഞാനും ജോബിനൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരേ രീതിയിലൊക്കെയാണ് 5-6 പ്രാവശ്യം കൈവക്കുകയും അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ട് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറയുകയും ചെയ്തവരാണ്. അപ്പോൾ അങ്ങനത്തെ ഒത്തിരി അനുഭവമുള്ള ഒരുപാട് പേര് ഇവിടെയുണ്ട്. പക്ഷേ അതെല്ലാം നമുക്കൊരാളോട് ഓപ്പൺ അപ്പ് ചെയ്യാൻ, നമുക്കൊരാളോട് ഷെയർ ചെയ്യാൻ അവസരം കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലൊരു കാര്യം അത് തന്നെയായിരിക്കും. നമുക്കറിയാം നമ്മുടെ ഏതൊരു പ്രശ്നത്തിനും പരിഹാരമായിട്ട് കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും വലിയ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പേരൻസിനെ ആയിരിക്കും. അവർ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുണ്ട്. അത് ജീവിതത്തിൽ നല്ലോണം രുചിച്ചറിഞ്ഞുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ടൊന്ന് പറയാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പേരൻസായിട്ട് സംസാരിക്കുക. കാരണം അവർക്ക് നിങ്ങളെന്നുള്ളത് വളരെ എന്താ പറയുക, നിങ്ങൾ കഴിഞ്ഞിട്ടുള്ളൂ അവർക്ക് എന്തും. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾ ഒരു പുതിയ തീരുമാനമായിട്ട് കടന്നു പോവുക. തീർച്ചയായിട്ടും നമുക്ക് വീണ്ടും അടുത്ത ക്യാമ്പുകളിൽ കാണാം. ദൈവം നമ്മളോട് വളരെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്നിലേക്ക് മാറ്റിപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് എല്ലാദ രജി. ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. ആലക്കോട് പ്രഥമ അസംബ്ലിയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ YMF ക്യാമ്പിന് ആദ്യമായിട്ടാണ് വരുന്നത്. ഞാൻ SPCൻ്റെ ക്യാമ്പിനും അല്ലാത്ത ക്യാമ്പിലേക്കാണ് പോയിട്ടുള്ളൂ. YMFൻ്റെ ക്യാമ്പിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ യൂത്തിനോടുള്ള ബന്ധത്തിൽ അവർക്ക് മെൻ്റലി അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത്. അതോട് പറയുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ക്യാമ്പിലുണ്ടായ ചില കാര്യങ്ങളോട് ആദ്യം തന്നെ പറയട്ടെ. പ്രത്യേകം എല്ലാ സ്റ്റുഡൻസിനും നല്ലൊരു അക്കോമഡേഷനും ഫുഡും തന്നെയാണ് കൊടുത്തത്. എനിക്ക് ഫീൽ ചെയ്തത് നല്ലൊരു ബെഡ്റൂം, നല്ല കിടക്കാനായിട്ടുള്ള ഫുഡൊക്കെ നല്ല എക്സ്പെഷ്യലി നല്ല ഫുഡായിരുന്നു. ഒരിക്കലും ഒരു മോശം പറയത്തക്ക രീതിയിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പരിസരം അത് എല്ലാം തന്നെ വളരെ നല്ലതായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് സാറുമാരും സ്റ്റുഡൻസും തമ്മിലുള്ള ഒരു ബന്ധത്തിൽ ആ ഒരു സാറ് സ്റ്റുഡൻ്റ് എന്നൊരു ആ ഒരു അകൽച്ച ഇവിടെ ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഫീൽ ചെയ്തു. എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഡയറക്റ്റായിട്ട് അവരോട് ചോദിക്കുവാനോ അവർ ക്ലിയറായിട്ടത് പറഞ്ഞു വരുവാനുള്ള ഒരു സ്പേസ് അവർ തന്നെ ഒരുക്കി തന്നിട്ടുണ്ട്. ഒരിക്കലും ഒരു പ്രഷറൈസ് ചെയ്ത് അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന ആ രീതിയിലുള്ളൊരു സാർ എന്ന ഒരു രീതിയിലുള്ള ഒരു പെരുമാറ്റം ഒരു സാറുമാരുടെ കയ്യിൽ നിന്നും ഉണ്ടായിട്ട് തോന്നിയില്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ കൂളായിട്ടാണ് എല്ലാ കാര്യങ്ങളും സംസാരിച്ചുകൊണ്ടിരുന്നതും ക്ലാസ് എടുത്ത് തന്നതും വളരെ വ്യക്തമായിട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ആയിരുന്നു സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നും വളരെ കൂളായിട്ട് തന്നെ ഇരിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് സാറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഏതൊരു കാര്യം ചോദിച്ചാലും ഭയങ്കര ക്ലിയറായിട്ട് തന്നെ സാറുമാരെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അതുപോലെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്പർജൻ സാറിൻ്റെ ക്ലാസ്സിൽ ആ ഒരു കൃപാവരത്തിൻ്റെ ആ ഒരു പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ആ ദൈവത്തിൻ്റെ ആ സന്നിധിയിൽ ഒരു വ്യക്തിയുടെ ആ കൃപാവരം ആ ഒരു സഭയ്ക്ക് അത് എത്രത്തോളം ഉപകാരപ്പെടുന്നുവെന്ന് അത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. കൂടുതൽ ഇനി എനിക്കത് ചെയ്യണമെന്നുള്ള ഒരു തീരുമാനമെടുത്തുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നത്. അതുപോലെ തന്നെ കയ്യൂർ സാറിൻ്റെ ക്ലാസ് എടുത്തപ്പോഴും ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവർ എങ്ങനെ ആയിരിക്കണമെന്ന് അവിടെ ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായി. കൊളോസ്യർ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പൗലോസ് അവിടെ പ്രാർത്ഥിക്കുന്ന ദൈവത്തെ സംബന്ധിച്ച് പൂർണ്ണ നിശ്ചയമുള്ളവരായിരിക്കണം. എന്നാൽ അത് എങ്ങനെ ആ ദൈവത്തെ സംബന്ധിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാൻ കഴിയും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നാം അത് മനസ്സിലാക്കേണ്ടതെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ജോർജ് സാറിൻ്റെ ക്ലാസ്സിലാണെങ്കിലും ആ ഉണർവിൻ്റെ ആ പ്രാധാന്യം, ഒരു വ്യക്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ഒരു നന്നായിട്ട് ഉണർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സഭയ്ക്കുണ്ടാകുന്ന ഒരു മാറ്റം അത് എത്രത്തോളം ഒരു പ്രാധാന്യമുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. സാറെ ക്ലാസ്സിലൊക്കെ ഒരു എക്സാമ്പിൾ പോലെ ഇങ്ങനെ പറയുകയുണ്ടായി. പൊതുവേ ചില സഭകളൊക്കെ നോക്കിയിട്ട് ആ ഒരു സഭയ്ക്കൊരു ജീവനില്ല, അല്ലെങ്കിൽ ആ ഒരു സഭയ്ക്കൊരു ജോഷില്ല എന്നൊക്കെ നമ്മൾ പൊതുവെ പറയുന്നതാണ്. പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ ആ ഓരോ വ്യക്തികളും ഇൻഡിവിജ്വലി
എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ആ ഒരു ദൈവസഭയിലെ ഒരു അംഗമെന്ന നിലയ്ക്ക്, ആ ക്രിസ്തുവാന സഭയിലെ ശരീരത്തിലെ ഓരോ അവയവമെന്ന നിലയ്ക്ക് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ സഭയോട് ബന്ധപ്പെട്ട് എനിക്ക് വളരെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്ന് ആ സാറിൻ്റെ ക്ലാസ്സിൽ നിന്നും വളരെ വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ക്യാമ്പിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പിന്നീട് പ്രത്യേകം എല്ലാവരും പറഞ്ഞ പോലെ ആ കേസ് സ്റ്റഡിയോട് ബന്ധപ്പെട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അത് എങ്ങനെയാണ് നാം ഒരു വ്യക്തിയോടുള്ള ബന്ധത്തിൽ, രക്ഷയോടുള്ള ബന്ധത്തിലൊക്കെ ഒരാളുടെ കാര്യം പറയേണ്ടതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാർമാരുടെ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിഞ്ഞു. അതായത് നാം ഒരിക്കലും ഒരാളെ പുഷ് ചെയ്യുകയോ അല്ലെങ്കിൽ നീ രക്ഷിക്കപ്പെട്ടോ, നീ എന്നാൽ നീ സ്നാനപ്പെടുന്നത്, നിനക്ക് ഇത്ര പ്രായമായില്ലേ, ആ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ യേശുക്രിസ്തുവിന്റെ പ്രവചനം 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ ദുഷ്ടന്റെ രക്തത്തിന്റെ മേൽ ഞാൻ നിന്നോട് ചോദിക്കുമെന്നാണ് അവിടെ പറയുന്നത്. ആ ഒരു എന്നാൽ ആ വചനം അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ വചനം കൂടുതലായിട്ട് അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ നമ്മൾ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചോദ്യത്തിൽ നിന്ന് ആ വ്യക്തിക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നാമായിട്ട് ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ പാപമാണ്. അതായത് ആ ദുഷ്ടന്റെ രക്തത്തിന്റെ വില ദൈവം നമ്മോട് ചോദിക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ നേരോടെ നടക്കുന്ന ഒരു ആ വ്യക്തിക്ക് നാം നമ്മുടെ വാക്കുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു പോരായ്മ അല്ലെങ്കിൽ ആ ഒരു ക്രിസ്ത്യ ജീവിതത്തിൽ നിന്ന് വേറിട്ട് ജീവിക്കാനുള്ളൊരു അവസരം നാം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് അതിലും വലിയ പാപമാണെന്ന് ആ രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുവാനായിട്ട് എനിക്ക് കഴിയും. അപ്പോൾ നമുക്ക് ആ ഒരു ശരിയായൊരു കാഴ്ചപ്പാട് കേൾക്കുവാനും ആ ശരിയായൊരു കാഴ്ചപ്പാട് മനസ്സിലാക്കുവാനും എങ്ങനെയാണ് നാം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നാം ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഈ ക്യാമ്പിൽ നിന്ന് കേൾക്കുവാനായിട്ട്, എനിക്ക് മനസ്സിലാക്കാനായിട്ട്, എനിക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് ശരി നല്ല തീരുമാനം എടുത്തിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ആ രീതിയിലേക്ക് പോകണമെന്നാണ് ഞാൻ കൂടുതലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുള്ള സാഹചര്യം എല്ലാം ഒരുക്കുന്ന എല്ലാ ലീഡേഴ്സിനും ഈ ക്യാമ്പിൻ്റെ എല്ലാ സാർമാർക്കും പ്രത്യേക ദൈവത്തിന് നാം നന്ദി പറയുന്നു. ഇതിൻ്റെ വിശുദ്ധമായ നാം ഇന്നേക്ക് മാറ്റി വരുവാനായിട്ട്. നാം ഒത്തപ്പെടുമാറാകട്ടെ. 12 വയസ്സ് തൊട്ട് 30 വയസ്സുള്ള യൂത്തിൻ്റെ ക്യാമ്പാണ്. ഞാൻ ഓൾമോസ്റ്റ് ഏജ് ഔട്ട് ആവാറായി. പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 12 വയസ്സിന് മുമ്പ് തൊട്ട് ഞാൻ വൈമിഫിൻ്റെ ക്യാമ്പിന് വന്നു തുടങ്ങിയ ഒരാളാണ്. ഞാൻ വേറൊരു ക്യാമ്പിന് പോയിട്ടില്ല. ഞാൻ ഈ വർഷമാണ് കല്യാണം കഴിച്ചത്. കല്യാണം കഴിച്ചപ്പോൾ എൻ്റെ ഭാര്യ പറയാണ്ടായി, അച്ഛൻ വേറൊരു ക്യാമ്പിന് പോയിട്ടില്ലല്ലോ, SBS ക്യാമ്പൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഞാനിങ്ങനെ പറയണ്ടായി, വൈമിഫിൻ്റെ ക്യാമ്പ് വേറൊരു ലെവലാണെന്ന് പറയണ്ടായി. അപ്പോൾ ആ ഒരു ഇവിടെ വന്നു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പ്ലഷർ അല്ലെങ്കിൽ ഒരു വാട്ട്നെസ്, അത് എൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ഞാൻ. കാരണം ഞാൻ എൻ്റെ ലീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വൈമിഫ് ക്യാമ്പ് ഉണ്ട് എന്ന് അറിയുമ്പോൾ അത് ആ രീതിയിൽ ലീവ് കാൽക്കുലേറ്റ് ചെയ്യാൻ, ലീവ് മൂവ് അറൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ പിള്ളേരൊക്കെ ഓടി നടന്ന് കളിക്കുന്ന സമയത്ത് ഞാൻ ഓർക്കുണ്ടായി, ഞാൻ ഈ ചെറുപ്പത്തിൽ ജെയിംസ് അങ്കിളുടെയും അങ്കിൾമാരെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഇഷ്ടംമാർ ഓടിയിട്ടും ഇഷ്ടമായ റൂമിലൊക്കെ കയറി അവരറിയാണ്ട് ഒറ്റ റൂമിലൊക്കെ ഇറങ്ങിയിട്ടുള്ള ഇഷ്ടമായ അവസരങ്ങളുണ്ട്. ഞാൻ രാവിലെ പിള്ളേരെടുത്ത് പറയണ്ടായി, ഇവർ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നപ്പോൾ പല സഭയിലുള്ള പിള്ളേരാണ്. അപ്പോൾ അവർ പെട്ടെന്ന് മിങ്കിളായി. അപ്പോൾ ഞാൻ അവരോട് പറയണ്ടായി, ഞാൻ ക്യാമ്പിൽ വന്ന് തുടങ്ങിയ സമയത്ത് ഞാൻ മാമലശ്ശേരി സഭയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരാളുണ്ട് ജോബിൻ, ജെയിംസ് അങ്കിളുടെ മോൻ, അങ്കമാലി സഭയിൽ നിന്നാണ് വരുന്നത്. കൊരട്ടിയിൽ നിന്ന് ലിൻസൺ ഉണ്ട്. ഞങ്ങൾ 3 പേരെയും 3 ഗ്രൂപ്പിലിടും. കാരണം ഞങ്ങൾ ഭയങ്കര വർത്താനാണ്, ഓടിക്കളിക്കലാണ്, ഇതൊക്കെയാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു റൂമിൽ വരും. ഇവർ രാത്രി വരും, രാത്രി ഇങ്ങനെ ടോർച്ചടിച്ച് വരും, ഞങ്ങളെ പൊക്കും. ഇവർ പോയി കഴിയുമ്പോൾ വീണ്ടും ഞങ്ങൾ ഒരു റൂമിൽ വരും. ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്തുവിലുള്ള ഒരു സ്നേഹം ഇപ്പോഴും നിലനിർത്താനായിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട്, ഇപ്പോൾ ഞങ്ങൾക്ക് ലിൻസൺ കാനഡയിലുണ്ട്. അപ്പോൾ കാനഡയിൽ പോകുമ്പോൾ എനിക്ക് ലിൻസൻ്റെ അടുത്ത് പോകാനായിട്ട്, അല്ലെങ്കിൽ നാട്ടിലുള്ള ജോബിനെ കാണാൻ പോകാനായിട്ട് ആ ഒരു സ്വീറ്റ്നെസ്, ഇത് തുടക്കം കുറിച്ചത് വൈമിഫ് ക്യാമ്പാണ്. ഇപ്പോൾ ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന പിള്ളേർ, അല്ലെങ്കിൽ ഈ വൈമിഫ് ക്യാമ്പിൽ വരുന്ന പിള്ളേർ, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവത്തില്ല ഈ ക്യാമ്പിൻ്റെ ഒരു വർത്ത്. നിങ്ങൾ പുറത്ത് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ, അപ്പോൾ നമ്മൾ സ്ട്രഗിളിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട്, നമുക്കുണ്ടാകുന്ന സ്ട്രഗിളിനെ, നമുക്കുണ്ടാകുന്ന ഡൗട്ട്സിനെ ഒരു ഹെൽപ്പ് ചെയ്യാനായിട്ട് ഈ ക്യാമ്പുകൾ എത്രത്തോളം സഹായിക്കുന്നു എന്നുള്ളത്
അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിളാണ് ഞാൻ. അത് അതിൻ്റെ സംഘാടകർക്ക് റിയലി ഹാറ്റ്സ് ഓഫ് യു ഗൈസ്. ഇപ്പോഴും നടത്താനായിട്ട്, അല്ലെങ്കിൽ ഈ സമയത്തും ഇത്രയും പിള്ളേരൊക്കെ കൂട്ടി നടത്താനായിട്ട് അവർക്ക് സാധിക്കുന്നു. ഞാൻ അങ്കിൾമാരുടെ പ്രസംഗത്തെക്കുറിച്ചൊക്കെ പിള്ളേർ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു. ഞാനത് വീണ്ടും സമയം കളയുന്നില്ല. ഞാൻ ബൈച്ചായിട്ട് ഇങ്ങനെ പറയുണ്ടായി, ഈ പിള്ളേരുടെ റിക്വസ്റ്റ് മാനേജ് നമ്മൾ ലേറ്റായിട്ടാണ് പരിപാടികൾ നിർത്തുന്നത്, ലേറ്റായിട്ടാണ് തുടങ്ങുന്നത്. ഞാൻ നോക്കിയപ്പോൾ 6 മണിക്കൊക്കെ എണീക്കണം. പിള്ളേർക്ക് 6 മണിക്ക് ഇരിക്കാൻ വലിയ പാടാണ്. രാത്രി 12 മണിയോ 1 മണിയൊക്കെ ഇരിക്കാനൊക്കെ ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ലേറ്റായിട്ട് രാവിലെ എണീക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ സമയം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാരണം 1 മണിക്കൂർ 1.5 മണിക്കൂർ എന്ന് പറയുമ്പോൾ 45 മിനിറ്റ്സിൽ ഞങ്ങൾക്കൊക്കെ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ 1.5 മണിക്കൂറാകുമ്പോൾ കുറച്ചുകൂടെ ഉറക്കം വരും. പക്ഷേ ഇന്നലെ 6 ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ എണ്ണി നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ 6 ക്ലാസ് ഉണ്ടായിരുന്നു മനസ്സിലായില്ല. പക്ഷേ നമ്മൾ 6 ക്ലാസ് ഇരുന്നു. വളരെ അനുഗ്രഹീതമായിരുന്നു. തുടർന്നും ഈ YMF അല്ലെങ്കിൽ ഇങ്ങനെ പിള്ളേർക്കെല്ലാം വരാനും എനിക്ക് തോന്നുന്നില്ല ഒരു കൊച്ചു പോലും ഇവിടെ ഇരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ദൈവമകൻ പോലും ഇന്നിപ്പോൾ വീട്ടിൽ പോകണം എന്ന് ശാഠ്യം പിടിക്കുന്ന ആരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ദിവസം ഇരുന്നാലും കുഴപ്പമില്ലാത്ത അവർക്ക് ഇരിക്കാൻ സന്തോഷമുള്ളതാണ് എല്ലാവരും ഉള്ളത്. അപ്പോൾ ആ ഒരു മിങ്കിൾനെസ്സിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ബ്രദർഹുഡിലേക്ക് കൊണ്ടുവരാനായിട്ട് YMF കഴിയുന്നു. ദാറ്റ്സ് റിയലി വണ്ടർഫുൾ. താങ്ക് യു. ആർക്കെങ്കിലും ക്യാമ്പിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവം നമ്മൾ എഴുത്തപ്പെടുമാറാകട്ടെ. അടിയനും ഈ രീതിയിൽ യൂത്ത് മീറ്റിങ്ങിൽ വന്ന് ചേരുവാനും 2 ദിവസത്തോളം ഇവിടെ ആയിരിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിൻ്റെ ദൈവം അടിയനെയും സഹായിച്ചു. കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ ഓൾമോസ്റ്റ് ഒരു ഏജ് ഔട്ടായ ആൾ തന്നെയാണ് ഞാനും. വരണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിലും ചില കാരണങ്ങൾ കൊണ്ട് വരേണ്ടാത്തൊരു അവസ്ഥയിലേക്ക് വന്നായിരുന്നു. ബട്ട് ദൈവഹിതം അങ്ങനെയല്ലായിരുന്നു. വരുവാനും ഇവിടെ സമയം ചെലവഴിക്കാനും ദൈവം സഹായിച്ചു. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ YMF ക്യാമ്പിന് വന്ന കാര്യങ്ങളൊക്കെ ഓർക്കുവാൻ തക്കോണം ഇടയായി. ദൈവം സഹായിച്ചു. അന്ന് ഇപ്പോൾ വരുമ്പോഴും ശരിയാണ് പറഞ്ഞതുപോലെ ഈ പ്രാവശ്യം കുറച്ച് കൗണ്ട് കുറവാണ്. പണ്ടെന്നൊക്കെ പറയുമ്പോൾ നല്ല കൗണ്ടായിരിക്കും ആൾക്കാർ. അതിന് റീസൺ നമുക്കറിയാം, ഡേറ്റ് മാറി. അതിൻ്റെ ചില പ്രയാസങ്ങളുണ്ടായിരുന്നെങ്കിലും ദൈവം സഹായിച്ച് ഇവിടെ വരുവാനും കുറച്ച് ഓർമ്മകളൊക്കെ, പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഒന്നുകൂടി ഒന്ന് ചെകഞ്ഞെടുക്കുവാൻ, പ്രത്യേകിച്ച് ഇവിടെ തന്നെയാണെന്ന് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്, അത് ഓർക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ദൈവം സഹായിച്ചു. പിന്നീട് ഈ പ്രാവശ്യത്തെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ പ്രധാനമായിട്ടും എനിക്ക് എടുത്ത ക്ലാസ്സുകളൊക്കെ ഈ ഒരു തലമുറയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെയേറെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊന്നാമത്തെ ആ ഒരു ക്ലാസ് ഫോളോ ചെയ്യുക എന്നൊരു കോൺസെപ്റ്റ് എനിക്ക് വളരെയേറെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കുന്ന ഒരു ടോപ്പിക്കായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇന്നത്തെ സോഷ്യൽ മീഡിയാസും മറ്റും യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അനേക കാര്യങ്ങൾ, അനേക ആൾക്കാർ ഫോളോ ചെയ്യുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് നാം അവരെ ഫോളോ ചെയ്യുന്നത്, അതിൽ നാം ഫോളോ ചെയ്തിട്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ എന്നതിനെക്കുറിച്ചൊന്ന് ഡബിൾ തിങ്ക് ചെയ്യാൻ തക്കോണം ദൈവം സഹായിച്ചു. എന്നാൽ നാം യഥാർത്ഥമായിട്ട് കർത്താവിനെ ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉപകാരങ്ങൾ നാം ഓർക്കുമ്പോൾ അത് ഈ ലോകപരമായിട്ട് നാം ആരെങ്കിലും ഫോളോ ചെയ്യുന്നതിനേക്കാളൊക്കെ അപ്പുറം എത്രയോ വലിയ കാര്യമാണെന്നുള്ളൊരു പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ വളരെയേറെ ഒരു നല്ലൊരു മെസ്സേജായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുക എന്നൊരു കോൺസെപ്റ്റ്, ആ ഒരു ചിന്തയും വളരെയേറെ ഇന്നത്തെ ആധുനികമായിരിക്കുന്ന രീതിയിലേക്ക് നോക്കുമ്പോൾ നല്ലൊരു ചിന്തയായിട്ട് തോന്നി. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ പല കാരണങ്ങൾ കൊണ്ട്, പ്രത്യേകം ജോലി അതുപോലെ പഠനം, എക്സാം, ട്യൂഷൻ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സഭായോഗങ്ങളെ ആ രീതിയിൽ അത്രയൊരു സീരിയസ്നെസ് കൊടുക്കാണ്ട് പോകുന്ന ഒരു തലമുറയാണ്. നമുക്കത് കാണുവാൻ തക്കോണം സാധിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻസ്, അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ കൃപാവരങ്ങളെ ഉപയോഗിക്കുവാനും, അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്കറിയാം നമുക്ക് ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുന്നത് സഭ മുഖാന്തരമാണ്, സഭയിലൂടെയാണ് അത് വരുന്നത്. എന്നാൽ മാത്രമാണ് അതിനെ നമുക്കത് ലഭ്യമാകണമെങ്കിൽ തീർച്ചയായിട്ടും സഭയോട് ചേർന്നിട്ട് സഭയിലെ സഭായോഗങ്ങളെ ആ രീതിയിൽ നാം
കണക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാലാണ് നമുക്കത് മനസ്സിലാക്കുവാൻ തക്കണം സാധിക്കുള്ളൂ. പ്രിയ സ്പർജനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ചെറുപ്പത്തിൽ ആ ഒരു പരസ്യയോഗത്തിൽ എത്ര 8ാം ക്ലാസ്സിലോ സംതിങ് 11 വയസ്സുള്ളപ്പോൾ തന്നെ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ച ഒരു കാര്യം അത് വളരെയേറെ കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം മുടക്കം കൂടാണ്ട് സഭയിലേക്ക് പോയാലാണ് നാം ആ പ്രാർത്ഥിക്കുമ്പോഴും അതുപോലെ ഓരോ ശുശ്രൂഷകളിലും നാം ചെറുപ്പം മുതലേ നമ്മത് കണ്ടും അതിനോട് ചേർന്നാലാണ് നമുക്കും അതുപോലെ മറ്റുള്ളവർക്കും മനസ്സിലാക്കാൻ തക്കൊണ്ട് സാധിക്കുള്ളൂ ഇവൻ എന്ത് കൃപാവരമാണ് ദൈവം നൽകിയിരിക്കുന്നത്, അത് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം അത് സാധിക്കുമെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തക്കൊണ്ടും സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ഇന്നലെ രാത്രി നടന്ന ഒരു കേസ് സ്റ്റഡി, അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് പഴയ ആളായത് കാരണം എനിക്ക് കുറച്ച് സർപ്രൈസായിട്ട് തോന്നി. കാരണം മിക്ക പിള്ളേരും വന്ന് എഴുന്നേറ്റ് പറഞ്ഞപ്പോഴും അവർ 2-3 പ്രാവശ്യം കൈ പൊക്കിയ രക്ഷയെ കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ച്, ബട്ട് അത് നല്ലൊരു കാര്യം. അവർക്ക് തന്നെ ഒന്ന് ഡബിൾ തിങ്ക് ചെയ്യാൻ തങ്ങൾ രക്ഷിക്കപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും അത് എത്രത്തോളമായിരുന്നു, അത് കേവലം ഒരു കൈ പൊക്കൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഒരു പ്രേരണ മുഖാന്തരം അല്ലെങ്കിൽ ആരെങ്കിലും ചെറുപ്പം മുതലേ പാരൻസും മറ്റും പറഞ്ഞ് പേടിപ്പിച്ച് രക്ഷിക്കപ്പെട്ടെങ്കിൽ നരകത്തിൽ പോകും, ആ ഒരു കോൺസെപ്റ്റ് കൊണ്ട് മാത്രം കൈ പൊക്കി രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞു വരുന്ന ഒരു ജനറേഷനാണ് എന്ന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതേ ആൾക്കാർക്ക് തന്നെ ഒന്ന് ഡബിൾ തിങ്ക് ചെയ്യാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു ആ ഒരു കേസ് സ്റ്റഡി. അതും ഒരു ഇന്നത്തെ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ വളരെയേറെ ഒരു നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. ആ രീതിയിൽ ഈ ക്ലാസ്സുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന പ്രിയ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ട് ഒരു അനുഗ്രഹമായി തീരും എന്നുള്ള കാര്യം എനിക്ക് ഓർക്കുവാൻ തക്കണം സാധിച്ചു. പറഞ്ഞതുപോലെ ഇത് ജസ്റ്റ് ഒരു 2 ദിവസത്തെ ക്യാമ്പായിരുന്നു. സാധാരണ YMF ക്യാമ്പ് എന്നൊക്കെ പറയുമ്പോൾ കുറഞ്ഞതൊരു 2 നൈറ്റെങ്കിലും നമുക്ക് സ്പെൻഡ് ചെയ്യും. അപ്പോഴാണ് നമുക്കൊരു തൃപ്തി വരുള്ളൂ, പൂർണ്ണൊരു തൃപ്തി. ഞാൻ ഒരു ക്യാമ്പിൽ വന്നു, കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് അറിയില്ല. പലർക്കും പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ക്യാമ്പ് ആദ്യത്തെ ദിവസം ഒരേ ഗ്രൂപ്പിലാണെങ്കിലും നമ്മൾ ഓവറായിട്ട് സംസാരിക്കാനായിട്ട് പോകില്ല, ആ ഒരു ചമ്മലുണ്ടാവും. എന്നാൽ പിന്നീട് ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കമ്പനിയായിട്ട് കുറേ ഫ്രണ്ട്സും കുറേ ആയിട്ട് പോകും. എന്നാൽ അവരോടായിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ പറ്റും. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം അതിൻ്റെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി പിന്നെ അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു 3 ദിവസത്തെ ആ രീതിയിൽ കൂടുതൽ സമയം, കാരണം ഈ ഒരു 3 ദിവസം വന്നു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മളൊരു ആത്മീയമായിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന, ആത്മീയമായിട്ട് കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോൾ അത് കാരണം ഒരു 3 ദിവസമൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇതിന് പുറകിൽ പണിയെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ ഞാൻ ഓർക്കുന്നു. പ്രത്യേക സഹോദരൻ ഞങ്ങളുടെ ചർച്ചിലെ ഒരു അങ്കിളാണ്. ആ അങ്കിളിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിൻ്റെ പുറകിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്ത്, പ്രത്യേകിച്ച് അത് ഡേറ്റിൻ്റെ ഇഷ്യൂസ് വന്നപ്പോൾ ഡേറ്റ് മാറ്റണം, ഈ വെന്യൂടെ കാര്യങ്ങൾ, അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എത്രത്തോളം ഇവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നൊരു കാര്യം എനിക്ക് ഓർക്കുവാൻ തന്നെ സാധിക്കുന്നത്. പലപ്പോഴും നാം വരുന്നു, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നു, മീറ്റിങ്ങിലൊക്കെ അറ്റൻഡ് ചെയ്യുന്നു, നാം സന്തോഷത്തോടുകൂടി പോകുന്നു. എന്നാൽ ഇതിൻ്റെ പുറകിൽ ഇവിടെ ഇരിക്കുന്ന YMF ഭാരവാഹികളായിരിക്കുന്ന സഹോദരന്മാർ അവർ വർഷങ്ങളായിട്ട്, കാരണം ഞാൻ ചെറുപ്പം പോലെ വരുമ്പോൾ കാണുന്ന അങ്കിൾമാരൊക്കെ എനിക്ക് ഇപ്പോഴും കാണുവാൻ സാധിക്കും. ഇപ്പോഴും അവർ ഈ പ്രായമായിട്ടും ഈ ഒരു ശുശ്രൂഷയിൽ അവർ വളരെ സന്തോഷത്തോടുകൂടി അത് ചെയ്യുന്നു, ഉത്സാഹത്തോട് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ ഈ ഒരു ജനറേഷനുള്ള പൈതങ്ങൾക്കും അതൊരു മോട്ടിവേഷനായി തീരട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പിന്നെ അറിഞ്ഞോ അറിയാതെയോ കുറച്ച് നേരം ആ പോസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പോസ്റ്റർ ഞാനാണ് ഉണ്ടാക്കിയത്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് പോസ്റ്ററിനെ കുറിച്ച് വലിയ ഐഡിയ, ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉള്ള വ്യക്തിയല്ലായിരുന്നു. ഞാൻ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്, അതിൻ്റേതായിരിക്കുന്ന തിരക്കുകളുണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസങ്ങൾ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനൊരു കാര്യം. തീർച്ചയായിട്ടും ഞാൻ ഓർക്കാറുണ്ട്, പിന്നെ ഞാൻ ഉറങ്ങാണ്ട് നൈറ്റൊക്കെ ജോലി കഴിഞ്ഞിട്ട് നൈറ്റൊക്കെ ഉറങ്ങാണ്ട് ഒരു കോൺസെപ്റ്റ് കിട്ടാനും അല്ലെങ്കിൽ അത് ഏത് രീതിയിൽ അത് നമ്മളത് ആൾക്കാർക്ക് അത് നോട്ട് ഔട്ട് ചെയ്യാനും എനിക്കറിയില്ല. ഇത് എത്ര വലിയ അട്രാക്ഷൻ, എനിക്കത് കാണുമ്പോൾ എത്രത്തോളം ഒരു അട്രാക്ഷൻ ആണെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ അതിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ഒരു പോസ്റ്റർ സന്തോഷമാണ്. തീർച്ചയായിട്ടും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടെങ്കിലും അതിങ്ങനെ കാണുമ്പോൾ അത് വളരെ സന്തോഷം. പ്രത്യേകിച്ച് ആ ഒരു അതിൻ്റെ ഒരു പാർട്ടാവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അതിന് പ്രത്യേകം പ്രൊഫീസങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു ക്യാമ്പ് ഈ രീതിയിൽ ഒരുക്കിയ പ്രത്യേക ഭാരവാഹികൾക്കും അതുപോലെ ക്ലാസ്സുകളെടുത്ത പ്രിയ അംഗന്മാർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവനാമം ഫീഡ്ബാക്ക് നൽകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരിക്കാം. എന്നാൽ സമയക്കുറവ് മൂലം നിർത്തുകയാണ്. നിങ്ങളാണ് ഈ ക്യാമ്പിൻ്റെ വിജയമെന്ന് ഓർപ്പിക്കുന്നു.
നല്ല രീതിയിലാണ് ഇപ്പോൾ മറുപടികൾ കേട്ടത്. എന്നാൽ ഇത് തുടർന്നും നിത്യജീവിതത്തിൽ തുടരേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെ പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ റബ്ബർ തോട്ടത്തിലെ ജീപ്പ് പൂമോ കരിയിലകൾ, ആ ജീപ്പ് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു അനക്കവും ഉണർവും ഒക്കെ ഉണ്ടാവും. അതുമാതിരി ആകരുത് നിങ്ങൾ. നമ്മുടെ ബൈബിളിൽ പറയുന്ന പോലെ വിധവയുടെ ആ എണ്ണ പോലെ പകരപ്പെടേണ്ട ആവശ്യമാണ്. പകർന്നെങ്കിൽ മാത്രമേ അത് ദൈവം വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം എന്ന് ഓർപ്പിക്കുന്നു. മുന്നിൽ നിന്ന് കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി. ഇനി നമ്മുടെ മധ്യത്തിൽ നമ്മുടെ ലീഡേഴ്സുണ്ട്. അവരിൽ നിന്ന് ഒരു 15-20 മിനിറ്റോളം ഓരോരുത്തർക്കും സമയമുണ്ട്. ആദ്യം സാം കെ ജോൺ അങ്കിളും അതുപോലെ തന്നെ ബ്രദറും, അതുപോലെ ജോർജ് മാത്യു ബ്രദർ, സ്പർജൻ, സോരൻ, ഇങ്ങനെ 3 പേരും ഇപ്പോൾ ആ സമയം ഉപയോഗിക്കുന്നതായിരിക്കും. നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ശുശ്രൂഷയ്ക്കായി സഹോദരങ്ങളെ ക്ഷണിച്ചു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആദ്യമായിട്ട് തന്നെയും ഈ നോർത്ത് ഡിവിഷൻ YMEF ഓർഗനൈസേഴ്സിന് എൻ്റെ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോത്താനിക്കാട്ട് നടന്ന ക്യാമ്പിന് വന്നപ്പോൾ ഇങ്ങനെ ഒരു അഭിപ്രായം എന്നോടും പറഞ്ഞായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈവൻ ഐ വാസ് ഓൾസോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. ചില മാറ്റങ്ങളൊക്കെ ചേഞ്ചസ് ഒക്കെ ഡേറ്റ്സിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇത്രയും പേർക്ക് ഒന്നിച്ച് ചേർന്ന് 2 ദിവസം ഇവിടെ ചെലവഴിപ്പാൻ ദൈവം നമുക്ക് ഒരു അവസരം കൂടെ തന്നു. അതോർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പല കാര്യങ്ങളും നമ്മൾ കേട്ട് കഴിഞ്ഞു. ഞാൻ ഒരു ചെറിയ ചിന്ത മാത്രം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ് എൻ്റെ സമയത്തിനുള്ളിൽ ഞാൻ നിർത്താൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായത്തിൽ, യോഹന്നാൻ എഴുതിയ സുവിശേഷം ജോൺ ചാപ്റ്റർ 21 അതിൻ്റെ 4-ാമത്തെ വാക്യവും 5-ാമത്തെ വാക്യവും ഞാൻ വായിക്കട്ടെ. Just as day was breaking, Jesus stood on the shore, yet the disciples did not know that it was Jesus. Jesus said to them, "Children, do you have any fish?" They answered him, "No." ഒരുപക്ഷെ ഗോസ്പൽസിൽ ഇവിടെ എഴുതിയിട്ടുള്ള, പ്രത്യേകിച്ച് ജോൺസ് ഗോസ്പൽ 21 എഴുതിയിരിക്കുന്ന ഈ സംഭവം നമുക്ക് നന്നായിട്ട് പരിചയമുള്ള ഒരു സംഭവമാണ്. നമുക്കറിയാം, കർത്താവ് തൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് ഈ ശിഷ്യന്മാരെ വിളിച്ചു, തന്നോട് വെച്ചു, നല്ല ട്രെയിനിങ് അവർക്ക് കൊടുത്തു, അല്ലേ? നല്ല ട്രെയിനിങ് കൊടുത്തു. 3.5 വർഷം. ഇറ്റ് വാസ് എ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ഫോർ ദം. അതുപോലെ അവർക്ക് അവരുടെ ജീവിതം കൊണ്ട് കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമാക്കി കൊടുത്തു. എന്നാൽ 3.5 വർഷത്തിൻ്റെ അവസാനത്തിലോട്ട് നമുക്ക് വരുമ്പോൾ ഒരു പരാജയം നമുക്ക് അവർക്ക് കാണാൻ സാധിക്കും. ദർ വാസ് ഓൾസോ ദിസ് ഫെയിലിയർ. കൂടെ ഉണ്ടായിരുന്ന 12 അപ്പോസ്തലന്മാരുടെ ജീവിതം നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരാൾ കർത്താവിനെ എന്ത് ചെയ്തു? കാട്ടിക്കൊടുത്തു, ചുംബിച്ച് കാട്ടിക്കൊടുത്തു, അല്ലേ? ഈ ബിട്രൈഡിങ്. അതുപോലെ താൻ കർത്താവിന് വേണ്ടി നിൽക്കുമെന്ന് പറഞ്ഞ് ആരൊക്കെ കർത്താവിനെ തള്ളി പറഞ്ഞാലും ഞാൻ ഒരിക്കലും കർത്താവിനെ തള്ളി പറയത്തില്ല, കർത്താവിൻ്റെ കൂടെ മരിക്കുവാനും റെഡിയാണ് എന്ന് പറഞ്ഞ് ശീമോൻ പത്രോസും കർത്താവിനെ എന്ത് ചെയ്തു? 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. ബാക്കിയുള്ള ശിഷ്യന്മാരും നമുക്കറിയാം, കർത്താവിനെ പിടിക്കാൻ വരുന്ന ആ സമയം ഇവരൊക്കെയും അവരവരുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി ഓടി രക്ഷപ്പെടുകയും ചെയ്തു. They all deserted Christ Jesus. അതിനുശേഷം നടക്കുന്ന സംഭവമാണ് 21-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാരണം കർത്താവ് അവിടെ ക്രൂശിക്കപ്പെടുന്നു, മരിക്കുന്നു, അടക്കം ചെയ്യുന്നു. അതിനുശേഷം കർത്താവ് ഇവരോട് ഈ സംസാരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആഫ്റ്റർ റിസറക്ഷൻ
ഒരുപക്ഷെ ഞാൻ ഈ വാക്കുകൾ ചിന്തിച്ചപ്പോൾ ഞാൻ നമ്മുടെ എല്ലാവരുടെയും ക്രിസ്തീയ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊക്കെ എത്ര പരാജയങ്ങളാണ് അല്ലേ. നമ്മുടെ ഒരുപക്ഷെ ഞാൻ തന്നെ എൻ്റെ ജീവിതം തിരിഞ്ഞു നോക്കുക, എത്രയോ ക്യാമ്പുകളിൽ എന്തൊക്കെയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, എത്രയോ ഈ സ്പിരിച്വൽ മീറ്റിങ്സിലൊക്കെ പോയി ഉണർവിൻ്റെ ഒരു ആ ഇൻസ്പിറേഷനൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് അല്ലേ. ചിന്തിച്ച് നോക്കിയേ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് കർത്താവ് ഇവരെ കാണുമ്പോൾ, തിരിച്ച് കാണുമ്പോൾ, ഈ ശിഷ്യന്മാരെ, ഓടി ഒളിച്ച ശിഷ്യന്മാരെ, കർത്താവിൽ വിശ്വാസം വയ്ക്കാത്ത ശിഷ്യന്മാരെ, അതുപോലെ കർത്താവ് എന്തിനാ വിളിച്ചെന്ന് പോലും മറന്നിട്ട് ഇപ്പം മീൻ പിടിക്കാൻ ഒരുങ്ങുന്ന ശിഷ്യന്മാരെ, ഈ ശിഷ്യന്മാരെ തള്ളിപ്പറഞ്ഞ ശീമോൻ പത്രോസിനെയൊക്കെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്ക് അവിടെ, ചിൽഡ്രൻ ഡു യു ഹാവ് ഫിഷ്, കുഞ്ഞുങ്ങളെ നിങ്ങളുടെ കയ്യിൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. ഞാൻ ചിന്തിക്കുമായിരുന്നു, ആരെങ്കിലും ഇത്ര കർത്താവിനെ ലാസ്റ്റ് മിനിറ്റിൽ അത്ര ഒരു ഡിസ്ലോയലായിട്ട് നടന്നവരെ നോക്കിയിട്ട് കർത്താവോട് വിളിക്കുന്നതാണ് കുഞ്ഞുങ്ങളെ എന്ന്. ദൈവമക്കളെ, ഞാൻ ജസ്റ്റ് ഐ വാണ്ട് ടു റിമൈൻഡ് യു ഓഫ് ദിസ്. ഒരുപക്ഷെ ഈ ക്യാമ്പ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങൾ കെയർലെസ് ആണെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനോട് കൂടെ ചേർന്ന് നടന്നില്ലെങ്കിൽ പരാജയങ്ങൾ വരാനുള്ള സാധ്യതകൾ അധികമുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ആ കരുണ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ ആ ക്ഷമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ലോങ് സഫറിങ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ കർത്താവിനോട് തിരിച്ച് വരുവാനുള്ള പ്രേരണയും നമുക്ക് ഉണ്ടാകും. ഒരിക്കലും കർത്താവ് ഇവിടെ അവരെ തള്ളി വയ്ക്കുന്നില്ല, അവരെ ഒതുക്കുന്നില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദഭാഗം വായിച്ചു വരുമ്പോൾ താഴോട്ട് ശീമോൻ പത്രോസുമായിട്ട് കർത്താവ് സംസാരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ഈ ശീമോൻ്റെ കയ്യിൽ തന്നെയും ദൈവം പറയുവാണ്, കർത്താവ് പറയുവാണ്, ഫീഡ് മൈ ഷീപ്പ്, മീനിങ് കണ്ടിന്യൂ ടു ഡു വാട്ട് ഐ ഹവ് കോൾഡ് യു ഫോർ. വേദപുസ്തകത്തിൽ ഇത് ഒരാളുടെ ജീവിതത്തിലല്ല, പലരുടെയും പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യോനയുടെ പുസ്തകത്തിൽ വരുമ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ ദൈവത്തിൻ്റെ വാക്ക് യോനയ്ക്ക് വന്നു. ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, നീ ഇവിടെ പോകണം. ജോണ ഡിസൊബേഡ്, വ്യക്തമായിട്ട് അറിഞ്ഞ് തന്നെയാണ് ഡിസൊബേ ചെയ്തത്, അറിയാണ്ട് തെറ്റുപറ്റിയതല്ല. അറിഞ്ഞ് ദൈവത്തിൻ്റെ വചനത്തിന്, വാക്കിന് എതിരെ പ്രവർത്തിച്ച യോന. എന്നാൽ 2-ാം അധ്യായത്തിൽ യോനയെ ദൈവം അവിടെ മീനിൻ്റെ വയറ്റിൽ കിടക്കുമ്പോൾ ദൈവം അവൻ്റെ ഉള്ളിൽ പ്രവർത്തിച്ചു. 3-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? ദ വേർഡ് ഓഫ് ദ ലോർഡ് കെയിം ടു ജോണ എ സെക്കൻഡ് ടൈം. 2-ാമത്തെ പ്രാവശ്യവും ഈ യോനയുടെ അടുത്ത് തന്നെ ദൈവം വരികയും അവനോട് ഈ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വി ഹാവ് എ ഗോഡ് ഹു ഗിവ്സ് എ സെക്കൻഡ് ചാൻസ്. സെക്കൻഡ് ചാൻസ് എന്ന് പറയുമ്പോൾ 1, 2 എന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം. വി ഹാവ് എ ഗോഡ് ഹു കീപ്സ് ഓൺ കമ്മിങ്, പെർസ്യൂയിങ് us. നമ്മൾ പലപ്പോഴും നമ്മൾ പരാജയപ്പെടുമ്പോൾ, നാം എടുത്ത തീരുമാനത്തിലൊന്നും നിൽക്കാണ്ട് പോകുമ്പോഴും ദൈവത്തിൻ്റെ ഫെയ്ത്ത്ഫുൾനെസ്സിൽ എന്തില്ല? കുറവില്ല. ഈവൻ വെൻ വി ആർ അൺഫെയ്ത്ത്ഫുൾ, God remains faithful, for he cannot change his character. അപ്പോൾ ദൈവമക്കളെ, ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചിട്ട് വിടട്ടെ. You can always come back to God. You can always come back to God. There will not be any failure nowhere you cannot return back to God. ദൈവത്തിൻ്റെ അടുത്ത് തിരിച്ചു ഒരാൾ വരുമ്പോൾ അവനെ സ്വീകരിക്കാനുള്ള മനസ്സ് ഈ ദൈവത്തിന് ഉണ്ട്. അതുമാത്രം നിങ്ങൾ മറക്കരുത്. ഞാൻ പ്രത്യേകം ഫസ്റ്റ് ഗ്രൂപ്പിൽ ഞാൻ ഒരു കാര്യം ഓർപ്പിച്ചായിരുന്നു. ഇങ്ങനത്തെ YMF ക്യാമ്പൊക്കെ വർഷത്തിൽ 1-2 പ്രാവശ്യം നമുക്ക് നടത്താൻ പറ്റും അല്ലേ? ഈ 1-2 പ്രാവശ്യം കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവ് അങ്ങനെ തുടർന്ന് നിൽക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് തെറ്റുപറ്റാം. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ.
അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ ആ ഗ്രൂപ്പിലുള്ളവർക്ക് പറഞ്ഞത്, എല്ലാ ദിവസവും 2026 വർഷം ഇതിൽ പ്രവേശിക്കുമ്പോൾ, ഇഫ് ദർ ഇസ് വൺ സ്മോൾ ഡിസിഷൻ ദറ്റ് യു ആർ ഗോയിങ് ടു മേക്ക് ആൻഡ് ഹോൾഡ് ഓൺ ടു ദാറ്റ് ഡിസിപ്ലിൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഇയർ, ഇറ്റ്സ് ഗോയിങ് ടു ബി എ ടോട്ടലി ട്രാൻസ്ഫോർമേറ്റീവ് ഇയർ. ആകെ ഇത്രയും ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു 24 മണിക്കൂർ നമുക്കുണ്ട്. 24 മണിക്കൂറിൽ അരമണിക്കൂർ, ദാറ്റ് ഈസ് ലൈക്ക് 1:48. 1:48. There are like 24 hours, 48 half an hours are there. അതിൽ ഒരു അരമണിക്കൂർ ദൈവസന്നിധിയിൽ രാവിലെയോ രാത്രിയോ, ദാറ്റ് ഐ ലീവ് ഇറ്റ് ടു യു, ഓർ ആഫ്റ്റർനൂൺ ഐ ലീവ് ഇറ്റ് ടു യു, ഏതെങ്കിലും ഒരു സമയത്ത് ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നിന്നോട് സംസാരിക്കുന്നത് ദൈവവചനത്തിൽ കൂടെ കേൾക്കുകയും ചെയ്യുന്ന ഡിസിപ്ലിൻ നിനക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഐ ടെൽ യു, യു വിൽ ഓൾവേസ് ഗ്രോ ഇൻ ദ ലോർഡ്. അബദ്ധങ്ങൾ പറ്റാം, ചിലപ്പോൾ നമ്മൾ പാവത്തിലൊക്കെ കുടുങ്ങാനുള്ള സാധ്യതകളുണ്ട് തീരുമാനമെടുത്തതിന് ശേഷം. ബട്ട് ഓൾവേസ് കം ബാക്ക് ടു ഗാഡ്. ഡോണ്ട് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് YMEF ക്യാമ്പ് ടു വാട്ട് സെറ്റ് റൈറ്റ് യുവർ ലൈഫ്. എപ്പോൾ നീ വീഴുന്നോ ആ സമയത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ഓർപ്പിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് പറയുക, confess it to him then and there, and you will be restored immediately, because God is faithful. So I just want to encourage all of you in 2026, let this be your prayer. ഈ 25-ാം വർഷം കഴിഞ്ഞിട്ട് 26-ലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു തീരുമാനം എടുക്കുക, ദൈവത്തോട് യാചിക്കുക, ലോർഡ് ഹെൽപ്പ് മീ ടു ഡിസിപ്ലിൻ മൈ ലൈഫ്. കർത്താവ്, ഒരു അരമണിക്കൂർ നിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുവാനും നിൻ്റെ അടുത്ത് കാര്യങ്ങൾ പറയാനും നിൻ്റെ വചനം കേൾക്കാനും ഞാൻ എന്ത് ചെയ്യും? ഒതുക്കി വയ്ക്കും. I taught you, especially for those young people, I taught you 2 methods, right? Aspectum, acts methodum. Aspect for understanding what is God's word, what is God speaking to you. Mattadu acts. It's also a way by which you communicate with God. അത് ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്ന് പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഒരു പ്രാവശ്യം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കട്ടെ. ചെറിയ ചോദ്യം എനിക്ക് കിട്ടിയായിരുന്നു. അനുപയോഗിച്ചിരിക്കുന്ന പേപ്പർ കണ്ട് ഞാൻ കുറേ നേരം ഇരുന്നു. ഓക്കെ, എനിവേ, ചോദ്യം ഇതാണ്: ആത്മാവിനെ തിരിച്ചറിയാൻ കഴിയുമോ? അത് ആത്മാവായതുകൊണ്ടാണോ? ഈ വിഷയങ്ങളിൽ നമ്മൾ ചെറുപ്പക്കാർക്ക് എപ്പോഴും ഇതെന്തുവാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ട് സ്വാഭാവികമാണ്. ഞാൻ എളുപ്പം 3-4 വാക്യങ്ങൾ പറയാം, നിങ്ങൾ വേഗം ഒന്ന് വായിക്കാൻ എന്നെ സഹായിക്കണം. സങ്കീർത്തനം 119:18. നിന്റെ ന്യായപ്രമാണത്തെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണം. നിന്റെ ന്യായപ്രമാണത്തിന്റെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ആത്മാവിനെ കാണുന്നതിൻ്റെ ആത്മാവിൽ കാര്യങ്ങളെ കാണുവാൻ ദൈവം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മുടെ കണ്ണ് അതിനുവേണ്ടി ഉപയോഗിക്കുമോ? ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ദൈവത്തിന് നമ്മുടെ കണ്ണും ഉപയോഗിക്കാം, നമ്മുടെ മനസ്സും ഉപയോഗിക്കാം. അപ്പം ഇവിടെ വചനം പഠിക്കുമ്പോൾ സാധാരണയായി കാണാത്ത കാര്യങ്ങളെ കാണുവാൻ അങ്ങനെ സഹായിക്കണമെന്നാണ് ഇവിടുത്തെ അർത്ഥം. ഇനി അടുത്തൊന്ന് നോക്കിക്കേ, എഫേസ്യർ 1:18. എഫേസ്യർ 1:18. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഉന്നതെന്നും അവന്റെ ബലത്തിൽ വല്ലഭത്വത്തിന് വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവന്റെ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. ഓക്കെ, അത് ആക്ച്വലി 17 മലയാളത്തിൽ 17 തൊട്ടാണ് തുടങ്ങുന്നത്. ഞാൻ 17 വായിക്കാം. നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അപ്പോൾ
ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് ഇല്യൂമിനേഷൻ, പ്രകാശനം തരുമ്പോൾ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കും. ഹൃദയത്തിൻ്റെ ദൃഷ്ടി, ഹാർട്ടിന് കണ്ണുണ്ടോ? അവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവ് കാണുന്ന കാര്യമാണ് പറഞ്ഞത്, ഇല്ലേ? അപ്പോൾ ആ നിലയിലാണ് നമ്മളതിനെ മനസ്സിലാക്കുന്നത്. ഇനി ഞാനൊരു വാക്യം എടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട് ചെയ്യണേ ചെയ്യാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഗേഹസി ഈ അസിറിയയിൽ നിന്നും വന്ന അരാമിയിൽ നിന്നും വന്നവരെ കണ്ട് ഭയപ്പെടുന്നുണ്ട്. ഭയപ്പെടുമ്പോഴത്തേക്ക് ഏലിശ പറഞ്ഞോണ്ട്, ദൈവമേ അവൻ്റെ കണ്ണൊന്ന് തുറക്കാവോ? അവൻ്റെ കണ്ണുള്ളതുകൊണ്ടല്ലേ ഈ ശത്രു സൈന്യം വരുന്നത് കാണുന്നത്. പക്ഷെ കണ്ണ് തുറന്നപ്പോൾ അവനെന്തോ കണ്ടേ? അഗ്നിരഥങ്ങളെ കണ്ടു. അതിങ്ങനെ ചുറ്റി നിൽക്കുന്നതായിട്ട് കണ്ടു. ഇത് ആത്മാവിൽ കാണുന്ന ഒരു കാര്യമാണ്. അന്നേരം നമ്മുടെ ഈ കണ്ണ് ഉപയോഗിക്കപ്പെടാം, ദാറ്റ് റിയലി ഡസൻറ്റ് മാറ്റർ. പക്ഷെ നമുക്കത് കാണാൻ ഇടയാകുന്നത് ആത്മാവിലാണെന്നുള്ള കാര്യം നമുക്കത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി അവസാനമായിട്ടൊരു വാക്യം കൂടെ, ഇത് നമുക്ക് അറിയാവുന്ന ഭാഗമാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലപ്രവൃത്തികൾ 9:7-8 നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തികൾ 9:7-8 ഇത് കുറച്ചുകൂടെ ക്ലാരിറ്റി തരും. അവനോട് കൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടുവെങ്കിലും ആരെയും കാണാതെ മരവിച്ചു നിന്നു. അപ്പോൾ കർത്താവിനെ വളരെ വ്യക്തമായിട്ട് ആര് കണ്ടു? ശൗല് കണ്ടു. ഒരു വെളിച്ചം കണ്ടു, കർത്താവിനെ കണ്ടു, കർത്താവിനോട് സംസാരിച്ചു. എന്നാൽ എന്തുവാ സംസാരിച്ചതെന്ന് പോലും ഈ കൂടെ ഉള്ളവർക്ക് അവരൊരു മൊത്തത്തിലൊരു ശബ്ദം കേട്ടു, അത്രേ ഉള്ളൂ. ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. എന്നാൽ ശൗലിനെ കാണാൻ കഴിഞ്ഞു. എന്നാൽ 8-ാം വാക്യം എന്താ പറയുന്നത്? ശൗൽ നിലത്ത് നിന്ന് എഴുന്നേറ്റോ? ആഹാ, അപ്പൊ ഇത്രയും നേരം കണ്ണടച്ചിരിക്കുകയായിരുന്നു. കണ്ണ് തുറന്നാറേ ഒന്നും കണ്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കണ്ണും കൂടെ പോയി, ഇല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഭൂമിയിൽ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും പരിമിതി ഉണ്ടാവും. വി വിൽ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഫുള്ളി, ഇല്ലേ? പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം വൺ വേ ഓർ ദി അതർ കർത്താവിന് നമ്മളെ കാണിക്കാനായിട്ട് കഴിയും. ചില കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഞാൻ 2 ദിവസം മുമ്പ് ആരോട് സംസാരിച്ചതാണ്. അതായത് മോശ പറഞ്ഞു, എനിക്ക് നിന്റെ മഹത്വം കാണണം. കർത്താവ് കാണിക്കുന്നതിന് പകരം തൻ്റെ മഹത്വം ഘോഷിക്കുകയാണ് ചെയ്തത്. ഘോഷിച്ചപ്പം മോശ പറഞ്ഞു, ഇത് പറ്റിയില്ല, എനിക്ക് കാണണം. അങ്ങനെ പറഞ്ഞോ? ഇല്ല, മോശ അതുകൊണ്ട് കണ്ടു. അപ്പൊ കണ്ടു എന്ന് പറയുന്നത് കേട്ടു, ഗ്രഹിച്ചു, ദൈവം ഗ്രഹിപ്പിച്ചു എന്നീ അർത്ഥങ്ങളിലൊക്കെ ആകാൻ കഴിയും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, സർവശക്തൻ തൻ്റെ ശക്തി കാണിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എത്ര മസില് കാണിച്ചാൽ ശക്തി ഉണ്ടെന്ന് മനസ്സിലാവും? സർവശക്തനെ മസിൽ വെച്ച് കാണിക്കാൻ പറ്റുമോ? അപ്പം നിങ്ങൾ കാണണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം തൻ്റെ സർവജ്ഞാനം എങ്ങനെ കാണിക്കും? ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ സ്വർഗത്തിലിരിക്കുന്നത് കാണിക്കാൻ പറ്റുമോ? ഇല്ലേ? അത് കഴിഞ്ഞിട്ട് ദൈവം മഹത്വം കാണണം എന്ന മോശ ദൈവത്തോട് പറഞ്ഞപ്പം ദൈവം പറഞ്ഞു, ഞാൻ മഹാകരുണയും ദീർഘക്ഷമയും ഉള്ള ദൈവമാണ് എന്ന് പറഞ്ഞു. അത് എങ്ങനെ കാണിക്കും? കണ്ടോ, ഇത്രയും മഹാദയ എനിക്കുണ്ട്, കണ്ടോ, ദീർഘക്ഷമ എനിക്കുണ്ട്, കണ്ടോ? അങ്ങനെ കാണിക്കാൻ പറ്റുമോ? അത് കാണിക്കാൻ പറ്റത്തില്ല. എന്നാൽ ക്രൂശിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കണം. പുറപ്പാട് 34-ാം അധ്യായത്തിലാണ് മോശ ദൈവത്തെ കാണുന്നത്. ദൈവത്തെ കാണുകയല്ല, ദൈവം ഘോഷിച്ചതാണ് താൻ കേട്ടത്. അത് കേട്ടത് വെച്ചുകൊണ്ട് മോശയ്ക്ക് മനസ്സിലായി ദൈവം ആരാണ്. ആ പറഞ്ഞിരിക്കുന്നത് എല്ലാം ക്രൂശിൽ വെളിപ്പെടുന്നുണ്ട്. മഹാദയ ഫുൾ ബൈബിളിൽ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത് എവിടാ? ക്രൂശിലാ. ദീർഘക്ഷമ ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത് എവിടാ? ക്രൂശിലാ, അല്ലേ? അതുപോലെ നന്മ ഏറ്റവും കൂടുതൽ, അതുപോലെ ഞാൻ പാപത്തെയും അതിക്രമവും ലംഘനവും ക്ഷമിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ഈ പാപം എല്ലാം ക്ഷമിക്കുന്ന എവിടാ? ക്രൂശ. അപ്പൊ മഹത്വം കാണണം എന്ന് പറഞ്ഞപ്പോൾ മോശയെ കാണിച്ചത് എന്തുവാ? ശരിക്കും ക്രൂശാണ്. എനിക്ക് മഹത്വം കാണണമെന്ന് പറഞ്ഞപ്പോൾ മോശയെ കാണിച്ചത് എന്തുവാ? ക്രൂശ കാണിച്ചോ? കാണിച്ചില്ല. അത് കേട്ടപ്പോൾ ഇങ്ങനെയാണ് ദൈവം എന്ന് മനസ്സിലായി. നമുക്കത് ക്രൂശിൽ ദർശിക്കാൻ സാധിച്ചു. അപ്പൊ ഈ കണ്ടു, കാണിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ഭാഷയാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഗ്രഹിക്കുക ഏതാണ്ട് അതിലിരിക്കുന്നുണ്ട്. ഓക്കെ, അത്രയും കാര്യം മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞ വെൽഷ് റിവൈവലിനെ കുറിച്ച് പറയാമോ?
ഈ റിവൈവലിന്റെ ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് അന്നേരം കിട്ടും. നമ്മൾ ഈ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ചോട്ടാ കാര്യം മാത്രമല്ല. വ്യക്തിപരമായിട്ടുണ്ടാകാം, കുടുംബമായിട്ടുണ്ടാകാം, സഭയായിട്ടും എന്നുണ്ടാകാം, റിവൈവൽ ഉണ്ടാകാം. എന്നാൽ വെൽഷ് റിവൈവലിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ തരാം. ഇവാൻ റോബർട്ട്സ് എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. അദ്ദേഹം പ്രാർത്ഥിച്ച് വളരെ കാലങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം കളിക്കാനും മീൻ പിടിക്കാനും വെള്ളത്തിൽ ചാടാനും മലയിൽ കയറാനും ഒക്കെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൊക്കെ മീറ്റിംഗ് സ്കിപ്പ് ചെയ്തിട്ട്, സഭയിലെ മീറ്റിംഗ് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്ന സമയത്ത് പുള്ളി വിചാരിക്കുന്ന ഒരു കാര്യം, പുള്ളിയുടെ ഒരു ചിന്തയാണ്, ഇന്നാണ് ദൈവം റിവൈവൽ തരുന്നതെങ്കിൽ ഞാൻ സഭയിൽ പോകാതിരിക്കുന്ന വലിയ നഷ്ടമാകും. അതുകൊണ്ട് ഇന്ന് എന്നോട് ദൈവം ഇടപെടും, ഇന്ന് എന്നോട് ദൈവം സംസാരിക്കും, ഇന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തും, ഇന്ന് ദൈവം എനിക്ക് പറഞ്ഞു തരും എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഇവാൻ റോബർട്ട്സ്. ഇവാൻ റോബർട്ട്സിനെ കുറിച്ച് ആരോ ഒരാൾ കമന്റ് ചെയ്തത്, ഇവാൻ റോബർട്ട്സിനെ കുറിച്ച് ഒരാൾ പറഞ്ഞ കമന്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എ മാൻ ഓഫ് നോ ഡിസ്ട്രാക്ഷൻ. നമുക്കിന്നുള്ള പ്രശ്നമല്ല, 1000 ഡിസ്ട്രാക്ഷൻ. പഠിക്കാൻ വന്നാൽ മൊബൈലിനകത്ത് തന്നെ 10 വട്ടം പോകും, മൊബൈലിനകത്തോട്ട് ചെന്നാൽ അതിനകത്ത് ഒരു 10 ഡിസ്ട്രാക്ഷനാണ്. ഇല്ല, ഒരു രക്ഷയില്ല. ഇതെല്ലാം കഴിയുമ്പോൾ വിശപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഉറങ്ങണം, ഉറങ്ങിക്കഴിയുമ്പോൾ പിന്നെ മൂത്രം ഒഴിക്കണം, മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ പിന്നെ ഫുട്ബോൾ കളിക്കണം. ഇങ്ങനെ ഡിസ്ട്രാക്ഷൻ്റെ ഒരു 1000 ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. IAS പഠിക്കുന്നവർ അവരോട് പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കാര്യം എന്നറിയാമോ? ആദ്യം മൊബൈൽ എടുക്കുക, സ്വിച്ച് ഓഫ് ചെയ്യുക, അലമാരിക്കകത്ത് വയ്ക്കുക. 1 മണിക്കൂർ അല്ലെ 2 മണിക്കൂർ നിങ്ങൾ തീരുമാനിക്കുക, അത് കഴിയുന്നത് വരെ മൊബൈൽ ഓൺ ആകാൻ പാടില്ല. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇവാൻ റോബർട്ട്സ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് അവസാനം ഇവാൻ റോബർട്ട്സിലൂടെ വലിയ റിവൈവൽ കൊണ്ടുവരാനിടയായി. റിവൈവൽ കൊണ്ടുവരാനിടയായപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം ആ കൂട്ടം അനുഭവിച്ച ഒന്നാമത്തെ കാര്യം എന്നറിയാമോ? ദൈവത്തിൻ്റെ ശക്തമായ പ്രസൻസ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. സാന്നിധ്യം എപ്പോഴും ഉണ്ട്, പക്ഷെ സാന്നിധ്യ ബോധത്താൽ ആ പങ്കെടുക്കുന്നവർ നിറയുമായിരുന്നു. നമ്മൾ അതായത് ഫറവോൻ്റെ മിസ്രൈമിൽ ഇരുട്ട്, തൊടാവുന്ന ഇരുട്ടാണ് നമ്മൾ വായിച്ചിട്ടില്ലേ? ഇരുട്ടെപ്പോഴും ഉണ്ട്, പക്ഷെ ഈ ഇരുട്ടെങ്ങനെയാ? സ്പർശനവേദ്യമായിരിക്കുന്ന ഇരുട്ടായിരുന്നു. യാക്കോബ് ഇവിടെ ദൈവമുണ്ട്, ഇത് എത്ര ഭയങ്കര സ്ഥലമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ പോലെ ആ ജനം അത് അനുഭവിക്കുക. അതായിരുന്നു റിവൈവലിൻ്റെ ഒരു അനുഭവമായിട്ട് അവർ കണ്ടത്. രണ്ടാമതായിട്ട് ആ ദേശത്തുണ്ടായ ഒരു സംഭവം, റിവൈവൽ ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് മദ്യപന്മാരും ചീട്ടുകളിക്കാരും ഒക്കെ അവർ കുടിക്കാനാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് ഈ പാട്ട് ഇച്ചിരി കേൾക്കും, അവർ ഹൃദയത്തെ അത് ഗ്രസിച്ചിട്ട് അവിടെ വെച്ച് തന്നെ അവർ കുറ്റബോധം കണ്ടങ്ങ് നിറഞ്ഞ് കരയാൻ തുടങ്ങും. അതായത് പാപബോധം ദേശത്ത് പടരും. ഇന്ന് നമുക്ക് പോലും എന്തില്ല, നേരെ ചൊവ്വേ പാപം ചെയ്തിട്ട്, അല്ല പാപം നമ്മളെപ്പോഴും ചെയ്യുന്നുണ്ട്, പാപം ചെയ്തിട്ട് നേരെ ചൊവ്വേ ഒന്ന് കരഞ്ഞ് മാനസാന്തരപ്പെട്ടിട്ട് എത്ര നാളായി? When was the last you cried and repented from your sin? എന്നും നമ്മൾ ദൈവത്തോട് കൂളായിട്ട് പറയും. എന്തുവാ? ആരോട് പറഞ്ഞു? ഇവിടുത്തെ ടീച്ചേഴ്സൊക്കെ കൂളാണ് എന്ന് പറഞ്ഞ പോലെ നമ്മൾ പാപം ചെയ്തിട്ട് കൂളായിട്ട് എന്ത് പറയും? അങ്ങ് ക്ഷമിച്ചാലും ഇല്ലേ? അപ്പോൾ നമ്മൾ ശരിയായ ഒരു മാനസാന്തരം. അപ്പോൾ ഈ റിവൈവലിൻ്റെ സമയത്ത് നടക്കുന്ന ഒരു പ്രത്യേക കാര്യം എന്താ അറിയാമോ? ശക്തമായ പാപബോധം, ശക്തമായ ദൈവസാന്നിധ്യം, ശക്തമായ പാപബോധം. ഒരു ചെറിയ പാപം ചെയ്താൽ പോലും ഉറക്കം വരുന്നവർക്ക് എഴുന്നേക്കാം കേട്ടോ. ഉറക്കം വരുന്നവരെ അല്ല ഞാൻ നോക്കുന്നത്, വരാത്തവരെയാണ് ഞാൻ നോക്കുന്നത്. ഇപ്പോഴത്തെ ഒരു പുതിയ ടെക്നിക്കാണ്. ഒരാൾ ഉറങ്ങുകയാണ്, ഉടനെ ഈ ആളിനോട് ചോദ്യം ചോദിക്കണം, അപ്പോഴത്തേക്ക് ഈ ആളങ്ങ് ഉണരും. കാരണം എന്താ? ചോദ്യം ഇങ്ങോട്ടാണ് വരുന്നത്, ഈ പുള്ളിക്കാരനെ അറിയത്തില്ല എന്തോ ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ. ഓക്കെ, അപ്പോൾ ശക്തമായ പാപബോധം. ഇന്ന് നമുക്കില്ലാത്തൊരു കാര്യമാണ് പാപബോധം. പാപത്തെക്കുറിച്ച് ചെറിയ സാമാന്യ ബോധമുണ്ട്, ആ ബോധമല്ല ഞാനിവിടെ പറയുന്നത്. ശക്തമായ പാപബോധം. യെശയ്യാവ് പാപം ചെയ്തിട്ടാണോ വേണ്ടത്? യെശയ്യാവ് ദൈവത്തെ കണ്ടു, അല്ലെങ്കിൽ ദൈവ സാന്നിധ്യ ബോധമുള്ളവനായി തീർന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, എന്റെ
ഹൃദയവും എൻ്റെ തൊണ്ടയും എൻ്റെ നാവും എൻ്റെ ചുണ്ടും ഒക്കെ എന്താ പാപത്താൽ നിറഞ്ഞവനാണ് അവന് തോന്നുക. അത് പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഈ പാപബോധം കൊണ്ട് മനുഷ്യൻ അവസാനം മീറ്റിംഗ്സിന്, റിവൈവലിന്റെ മീറ്റിംഗ്സിന് വരാൻ തുടങ്ങിയത് മാത്രമല്ല, നിങ്ങൾ വിശ്വസിക്കത്തില്ല, ഷാപ്പ് ബാറുകൾ നിന്നുപോയി, ചീട്ട് കളിക്കുന്ന സ്ഥലങ്ങൾ നിന്നുപോയി, ബാങ്ക്രപ്സി ആയിപ്പോയി, കടത്തിപ്പോയി. ഇന്ന് ഒരിക്കലും കടത്തി പോകാത്ത ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഏതാ? ആരോ ഒരു ചെറുപ്പക്കാരൻ അടിപൊളി ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറഞ്ഞു. എപ്പോഴും ലാഭമാണ്, ഭയങ്കര ലാഭമാണ്. അപ്പം ആ സ്റ്റോക്കിനെ കുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ആ സ്റ്റോക്ക് അതത്ര ശരിയായ സ്റ്റോക്ക് അല്ലല്ലോ. ആ സ്റ്റോക്ക് ഏത് സ്റ്റോക്കാന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്തുവാ? ടൊബാക്കോ ഫാക്ടറി നടത്തുന്ന സ്റ്റോക്കാണ്. നഷ്ടത്തിൽ പോകുമോ? ഒരിക്കലും നഷ്ടത്തിൽ പോകത്തില്ല. അപ്പോൾ ഇതെല്ലാം അവിടെ നഷ്ടത്തിൽ പോയി. മാത്രമല്ല, ഈ റിവൈവൽ കേട്ടിട്ട് ചുറ്റുമുള്ള ആൾക്കാർ വരാൻ തുടങ്ങിയിട്ട് ഈ വെൽഷ് എന്ന് പറയുന്ന ഒരു 10,000-15,000 പേര് താമസിക്കുന്ന ഒരു ചെറിയ ടൗണാണെന്ന് വിചാരിച്ചു. അന്നത്തെ കാലത്തെ സംഭവം ഞാൻ പറയുന്നത്. 10,000-15,000 പേര് താമസിക്കുന്ന ഒരു ടൗണാണ്. പക്ഷേ എന്നാ പറ്റി? അവിടെ പെട്ടെന്ന് ദൂരെ നിന്നും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും 2,000-3,000 വെച്ച് ഒരു 20,000 പേര് ഇങ്ങോട്ട് വന്നു. ഒരൊറ്റ കടയിൽ അരിയും പഞ്ചസാരയും ഉപ്പുമില്ല. കാരണം എന്താ? 10,000 പേർക്കുള്ള ഒരു സപ്ലൈ ആണ് അവിടെ കടക്കാർ വെക്കുന്നത്. അവിടെ 20,000 പേര് പെട്ടെന്ന് വന്നപ്പോൾ എന്തില്ല? ഗ്രോസറിയിൽ സാധനമില്ല. അവിടെയുള്ളവരുടെ പ്രധാന തൊഴിലെന്ന് പറയുന്നത് കോൾ മൈനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൽക്കരി ഖനിയിൽ വർക്ക് ചെയ്യുന്നവരാ. കൽക്കരി ഖനിയിൽ വർക്ക് ചെയ്യുന്നവർ എങ്ങനെയുള്ളവരാ? അവർ പാവങ്ങളാണ്, ഒന്നാമത്. രണ്ടാമത് പകൽ മുഴുവനും ഈ കൽക്കരി ഖനിക്കകത്താണ്. ഒന്നാമത് ഈ കൽക്കരി എന്ന് പറയുന്നത് തന്നെ കറുത്ത, അങ്ങോട്ട് സൂര്യവെളിച്ചം ചെല്ലുമോ? ഈ വലിയ തുരങ്കത്തിനകത്താണ് ഇവർ ഈ പണിയെടുക്കുന്നത്. അപ്പം ഒരുമാതിരി ലൈഫാണ്, പൊടിയും കറുപ്പും, ദേഹം മുഴുവനും കരിയും. എന്നിട്ട് ഈ കഴുതപ്പുറത്ത് ഈ കരി കയറ്റിക്കൊണ്ട് കഴുത ഇങ്ങനെ വരും. അപ്പം ഇവരിങ്ങനെ ശപിച്ചുകൊണ്ട് ഈ ഒരു പകുതി നരകമാകും ഇല്ലേ? ശരിക്കും വായുവില്ല, വെട്ടമില്ല, പിന്നെ ദാരിദ്ര്യം. അപ്പോൾ ഈ കഴുതയൊക്കെ തെറി വിളിച്ച് അടിച്ച് ഭയങ്കര ഒച്ചയിൽ അറഗൻ്റായിട്ടൊക്കെ സംസാരിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്. ഇവരെല്ലാം മാനസാന്തരപ്പെട്ട് കഴിഞ്ഞ് കഴുത അനുസരിക്കാതെയായി. അതെന്നാ അറിയാമോ? ദ ഡോങ്കീസ് ഹാഡ് ടു റീട്രെയിൻ എന്ന് എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ പണ്ട് തൊറിയൊക്കെ വിളിച്ച് അപ്പനും അമ്മയ്ക്കൊക്കെ വിളിച്ചാണ് ഈ കഴുതയോട് കമാൻഡ് ചെയ്തിരുന്നത്. ഇപ്പം എന്നാ പറ്റി? നമ്മളെ സഹോദര എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം തന്നെ നമ്മളെ അടിക്കാൻ വരുന്ന RSSകാരനോട് നമ്മളെന്താ പറയുന്നത്? സഹോദര, എന്നോ സഹോദരൻ, അവൻ തെറി വിളിക്കും അല്ലേ എന്ന് പറഞ്ഞ പോലെ കഴുതകൾ അനുസരിക്കാതെയായി. അതിന് മനസ്സിലാക്കിയെടുക്കാൻ സമയമെടുത്തു. പോലീസുകാർ പണിയില്ലാതെ താടിക്ക് കൈയും കൊടുത്ത് ഇരിപ്പായി. അവരോട് മറ്റേ ഹെഡ്ക്വാർട്ടേഴ്സിലുള്ളവർ ചോദിക്കുകയാണ്, കേസും വെക്കാനോ റിപ്പോർട്ടും ഒന്നും വരുന്നില്ല, നിങ്ങൾ എന്തോ എടുക്കുവാന്ന് അവിടെ? ഉടനെ പറഞ്ഞു, സാറേ ഇവിടെ ആകെക്കൂടെയുള്ളൊരു പണി പുറത്തുനിന്ന് റിവൈവലിന് വരുന്നവർക്ക് നമ്മുടെ വണ്ടി വിട്ടു കൊടുക്കുകയാണ്. വേറെ ഒരു പണി ഇവിടെ ഇരുന്ന് പ്രത്യേക ഒരു ദിവസം കോടതിയിൽ ഒറ്റ കേസില്ല. അതിൻ്റെ ഒരു അതിൻ്റെ ഒരു സൈൻ എന്ന വണ്ണം ജഡ്ജിക്ക് വൈറ്റ് ഗ്ലൗസ് കൊടുത്തുന്ന അന്ന് അവിടെ ഒരു കുറ്റവും അന്നത്തെ ഒരു പ്രത്യേക ദിവസത്തിൽ ഒരു കേസുമില്ല. ഒരു പ്രാവശ്യം ക്രിമിനൽ വന്നിട്ട് അഡ്വക്കേറ്റിനോട് പറഞ്ഞു, ഇനി എനിക്ക് വേണ്ടി നിങ്ങൾ വക്കാലത്ത് ചെയ്യണ്ട സാറേ, ഞാൻ പാപം ചെയ്തു, എനിക്ക് ഈ ശിക്ഷ കിട്ടണം, ഞാൻ നരകത്തിൽ പോകേണ്ട മനുഷ്യൻ, അയ്യോ ഞാൻ എന്തോ ചെയ്യുമെന്ന്. അവസാനം ജഡ്ജി പറഞ്ഞു കൊടുത്തു എങ്ങനെ രക്ഷിക്കപ്പെടേണ്ടതെന്ന്. വിശ്വസിക്കാമോ? അല്ല, ഇത് വിശ്വസിക്കാമോ നിങ്ങൾക്ക്? ഇവാൻ റോബർട്ട്സ് ചോദിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട്, ക്യാൻ ഗോഡ് ഗിവ് us 1 million? 1 മില്യൺ ആൾക്കാരെ ദൈവത്തിന് നമുക്ക് തരാൻ കഴിയുമോ? ചരിത്രം പറയുന്നത് ആ സമയങ്ങളിലൊക്കെ മുഴുവൻ പത്രത്തിൽ ഇതാ വാർത്ത. ഇത് നെറ്റിൽ നിങ്ങൾക്ക് കിട്ടും, ഈ കംപ്ലീറ്റ് വാർത്തകൾ കിട്ടും, ന്യൂസ് പേപ്പർ കട്ടിങ്സ് കിട്ടും. പത്രത്തിൽ കണ്ടിന്യൂസ് ഇതാ വാർത്ത. അത് വാർത്തയാണെന്ന് മാത്രമല്ല, അവർ പറയുന്നത് 1 മില്യൺ അടുപ്പിച്ച ആൾക്കാർ രജിസ്റ്റർ ചെയ്തവർ തന്നെയുണ്ട് പള്ളികളിൽ. മെമ്പർഷിപ്പ്. എന്നാൽ അല്ലാതെ തന്നെ ഒരു 1 മില്യൺ രക്ഷിക്കപ്പെട്ട് കാണുമെന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ 1 മില്യൺ എല്ലാവരും ഇവാൻ റോബർട്ട്സ് അല്ല ചെയ്യുന്നത്. ദൈവത്തിൻ്റെ ആ റിവൈവൽ ആ ദേശത്ത് മുഴുവനും അങ്ങ് പടരുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ ചെറിയൊരു തീപ്പൊരി മതി മുഴുവൻ ഒരു വനത്തെ കത്തിക്കാൻ. ഈ മാച്ച് സ്റ്റിക്കിൻ്റെ മാജിക് അല്ല ഇത്, ഇവാൻ റോബർട്ട്സിൻ്റെ മാജിക് അല്ല ഇത്. പക്ഷെ ദൈവ സാന്നിധ്യം, ദൈവം അങ്ങ് ഏറ്റെടുക്കുകയാണ്. എന്നാൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതെങ്ങാണ് നമ്മളിലൂടെ ദൈവം ചെയ്താൽ നമ്മൾ അഹങ്കരിക്കാതിരിക്കുമോ?
അതൊരു വലിയ അപകടമാണ് അല്ലേ? ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഇന്നൊരു സുവിശേഷകൻ്റെ കയ്യിൽ നിന്നും, ഇപ്പം എന്നെ പോലൊരു സുവിശേഷകൻ്റെ കയ്യിൽ നിന്നും ഒറ്റ പ്രസംഗത്തിൽ 3000 പേർ രക്ഷിക്കപ്പെട്ടാൽ എൻ്റെ കാര്യം പോക്കാം. അപ്പോൾ റിവൈവലിൻ്റെ മറ്റൊരു ഭാഗം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പേടിയാ. കാരണം എന്നെ ഉപയോഗിച്ചാൽ ഞാൻ അഹങ്കരിച്ചു പോകും. പൗലോസിനുള്ള ബന്ധത്തിൽ ദൈവം അത് പറയുന്നുണ്ടല്ലോ, അവൻ അഹങ്കരിച്ച് പോകാതിരിക്കേണ്ടതിന് ഒരു ശൂലം കൊടുത്തുന്ന. അപ്പൊ ആ റിസ്ക് ഫാക്ടർ ഉണ്ട്. അപ്പൊ റിവൈവൽ നടക്കുന്ന മറ്റൊരു കാര്യം, നീ അഹങ്കരിക്കത്തില്ലെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നൊരു സുവിശേഷകന് വാസ്തവമായിട്ട് ഒരു ആത്മാവ് രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നാൽ അവൻ പറയാതിരിക്കുമോ? നിങ്ങളുടെ ആത്മീയ നേട്ടത്തെ ലോകത്തിൽ ആരോടും ഞാൻ പറയത്തില്ലെന്ന് നിങ്ങൾക്ക് ദൈവത്തോട് ഉറപ്പ് തരാൻ പറ്റുമോ? ഇഫ് ഐ എം ഗോയിങ് ടു ഗെറ്റ് സ്പിരിച്വൽ അച്ചീവ്മെന്റ്സ് ഇൻ ലൈഫ്, I will keep it a secret forever. ഇന്ന് നീ 10 വട്ടം ബൈബിൾ വായിച്ചാൽ 15 വട്ടം നാട്ടുകാരോട് പറയും, ഇല്ലേ? ഇന്ന് പരസ്യ പ്രവർത്തനം ചെയ്താൽ അവിടെങ്ങാനും അതുവഴി പോകുന്ന എന്താ പറയുന്നത് സ്ട്രീറ്റ് ഡോഗ്സ് പോലും ചിലപ്പോൾ ആ പരസ്യ പ്രവർത്തനത്തിൻ്റെ സുവിശേഷം കേട്ട് കാണത്തില്ല. പക്ഷേ ഇതിൻ്റെ ഫോട്ടോ 10 എടുത്ത് നീ കൊടുക്കും. ദൈവം ആവശ്യപ്പെടുന്ന ഗ്യാരണ്ടികളായത്. ഞാൻ വിചാരിക്കുന്നത് പത്രോസ് 3 വട്ടം തള്ളി പറഞ്ഞത് ദൈവം അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ടാണ് പത്രോസിനെ ഈ 3000 പേരെ രക്ഷിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത്. എന്താ കാര്യം? 3 വട്ടം തള്ളി പറയുവാൻ അത്ര പെട്ടെന്നൊന്നും അഹങ്കരിക്കത്തില്ല, ഇല്ലേ? ദൈവം എന്തുകൊണ്ടാണ് ശലോമോനെ രാജാവാക്കാൻ ഉപയോഗിച്ചെന്നറിയാവോ? ശലോമോന്റെ ജനനത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാ? അപ്പൻ വ്യഭിചാരം ചെയ്തു, അമ്മ വ്യഭിചാരം ചെയ്തു, പിന്നെ അമ്മയുടെ ഭർത്താവിനെ കൊന്നു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇടയിലും വെറും ഒരു കൂലിപ്പട്ടാളക്കാരൻ്റെ മകനായിട്ട്, അല്ലെങ്കിൽ അമ്മയുടെ മകനായിട്ട് ശലോമോൻ ജനിച്ചു. മറ്റ് ദാവീദിൻ്റെ ഏതാണ്ട് 21 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ആ 21 പേരിൽ ശലോമോൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെട്ടവനായി വളർന്നു. ദൈവം പറയാ, ഇവനെ എടുക്കാം. ഏറ്റവും കൂടുതൽ രാജ്യഭരണത്തിൽ ഇരുന്ന രാജാവ് ഏതെന്നറിയാവോ? മനേഷ. ഏറ്റവും കൂടുതൽ എന്തോ അല്ലല്ല 42-ലും കൂടുതലാണെന്ന് എൻ്റെ വിചാരം. ഉസിയ രാജാവ്. ഉസിയ രാജാവിൻ്റെ പ്രത്യേകത എന്നാ? ഉസിയ രാജാവ് അല്ല, വളരെ ചെറുപ്പത്തിലെ രാജാവേ, അതല്ല. ഉസിയ രാജാവ് സോറി, എന്നോട് ക്ഷമിക്കണം. ഏത് രാജാവാ കുഷ്ഠരോഗിയായ? ഉസിയ രാജാവ്. ഉസിയ രാജാവ് ഈ ധൂപം കാട്ടാനായിട്ട് അകത്ത് കയറി. അപ്പോൾ ആൾ കുഷ്ഠരോഗിയായിട്ടും പുള്ളി രാജാവായി തന്നെ തുടർന്നു. പുള്ളിക്ക് പകരം അല്ലെങ്കിൽ പുള്ളിയെ അസിസ്റ്റ് ചെയ്യാൻ ഹെസക്കിയ രാജാവ് ഭരിച്ചുകൊണ്ടിരുന്നു. ഈ കുഷ്ഠരോഗിയായ രാജാവ് എങ്ങനായിരിക്കും അടുത്ത വർഷങ്ങൾ ജീവിച്ചത്? എങ്ങനായിരിക്കും? ഏറ്റവും താഴ്മയുള്ളവനായിട്ടാണ് ജീവിച്ചത്, ഇല്ലേ? ആയുസ് കൊടുത്തു ദൈവം. നീ വാഴടാ, നീ ഭരിക്കടാ. കാരണം എന്താ? നീ ഒരിക്കലും പൊങ്ങുകയല്ല. എന്തുകൊണ്ടാണ് ദൈവം ജ്ഞാനികൾക്ക് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നത്? നീ പൊങ്ങുകയല്ല. അതുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ടാണ് കഴിവുള്ള ഏശാവിനെ ഉപയോഗിക്കാതെ കഴിവില്ലാത്ത യാക്കോബിനെ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് പട്ടാളക്കാരായ ദാവീദിന്റെ ഒറ്റ സഹോദരന്മാരെ ഉപയോഗിക്കാതെ ദാവീദ് എന്ന് പറയുന്ന ചെറു ബാലനെ ഉപയോഗിച്ചത്? എന്തുകൊണ്ടാണ് അഹരോനെ ഉപയോഗിക്കാതെ വിക്കുള്ള ഈ മോശയെ ഉപയോഗിച്ചത്? അപ്പോൾ റിവൈവൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചുമ്മാ ഇട്ടം കൊണ്ട് തരികയല്ല. കാരണം എന്താ? അത് ഭയങ്കര സാധനമാണ്. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഞാൻ ഇവിടെ വെച്ച് നിർത്തിക്കോട്ടെ. ഈ റിവൈവൽ കൊണ്ട് അനേകർ വിശ്വാസത്തിലേക്ക് വന്നു, പത്രത്തിൽ വന്നു, അനേകർ കർത്താവിനെ അറിയാനിടയായി. ഞാൻ പറഞ്ഞല്ലോ, റിവൈവൽ ഉണ്ടാകാൻ ഇവാൻ റോബർട്ട്സ് പറയുന്ന 4 കാര്യങ്ങൾ ഓടിച്ച് 4 മിനിറ്റ് പോലും എടുക്കത്തില്ല. ഒറ്റ മിനിറ്റിന് ഞാൻ പറഞ്ഞു നോക്കാം. ശ്രദ്ധിച്ച് കേൾക്കണം അദ്ദേഹം പറയുന്ന കാര്യം. ഒന്നാമത്, കൺഫസ് ഓൾ അൺകൺഫസ്ഡ് സിൻ. എന്ന് വെച്ചാൽ എന്താ? കൺഫസ് ഓൾ അൺകൺഫസ്ഡ് സിൻ. ഏതെങ്കിലും ഏറ്റുപറയാത്ത പാപമുണ്ടെങ്കിൽ ഏറ്റുപറയണം. കാരണം പല പാപങ്ങളും നമ്മൾ പാപമാണ് അംഗീകരിച്ചു കൊടുക്കുകയല്ല. അതിനെന്നാ പാപം? അതൊക്കെ എല്ലാവരും ചെയ്യുന്നില്ല. കൺഫസ് ഓൾ അൺകൺഫസ്ഡ് സിൻ. രണ്ടാമത്, കൺഫസ് ഓൾ ഡൗട്ട്ഫുൾ സിൻസ്. നിങ്ങൾക്ക് സംശയമുള്ള പാപങ്ങൾ. ബ്രദറെ, കുഴപ്പമുണ്ടോ ഇങ്ങനെ ചെയ്താൽ? കാരണം ഈ കുഴപ്പമില്ലാത്തതെല്ലാം ചെയ്യാനിരിക്കുക ബ്രദറുകാർ.
അപ്പോൾ കൺഫസ് ഓൾ ഡൗട്ട്ഫുൾ സിൻ, സംശയമുള്ള എന്തിനെ നീ ഉപേക്ഷിക്കണം. ഞാൻ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒബേ ദ സ്പിരിറ്റ്, ആത്മാവിനെ അനുസരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തോന്നൽ തരുമ്പോൾ അത് ദൈവവചന പ്രകാരമാണ്, അത് ദൈവാത്മാവിൽ നിന്നാണെന്ന് ഉറപ്പ് വരുത്തിയാൽ നിങ്ങൾ അന്നേരം അനുസരിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, റിവൈവലിൻ്റെ ഒരു പ്രത്യേകത ഇമ്മീഡിയറ്റ് അർജ് ടു ഒബേ ദ ലോർഡ്. ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 5:5 തോന്നുന്നു. ഒന്ന് നോക്കിക്കേ, ഒരു വാക്യം, ജസ്റ്റ് ഒരു വാക്യം കാണിക്കാം. ഒന്നും കിട്ടിയില്ല. എന്തോ സംഭവം? കർത്താവ് പറഞ്ഞു നീ വല വീശാൻ പറഞ്ഞില്ലേ? കർത്താവ് വല വീശാൻ പറഞ്ഞു. ഉടനെ ശീമോൻ എന്താ പറഞ്ഞു? രാത്രി മുഴുവൻ വീശിയിട്ട് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് നിന്റെ വാക്കിന് വലയിറക്കാം. ഇതാണ് അനുസരണം. എനിക്ക് ഒട്ടും ബോധ്യമില്ല, പക്ഷെ നീ ആ പറയുന്നതെന്നറിയാം, ഇറക്കുക. അബ്രഹാം പറഞ്ഞു മോനെ കൊല്ലാൻ. അബ്രഹാം പറഞ്ഞു ഊരിലേക്ക് പോകാൻ, ഊരിൽ നിന്നും വിട്ടുപോകാൻ. ദൈവം ഒരു കാര്യം പറയുക, രാത്രി നിങ്ങൾ പറയുക, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക. ദൈവം കർത്താവ് പറയുക, ആ മൊബൈൽ അവിടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് നേരെ ബൈബിൾ വായിക്കുക, മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. നിന്റെ കയ്യിലിരിക്കുന്ന 10 രൂപ അവന് കൊടുക്കുക. നിനക്ക് അവനെ പരിചയം പോലും ചിലപ്പോൾ കാണത്തില്ല. ഇമ്മീഡിയറ്റ് ഒബീഡിയൻസ്. അപ്പോൾ അതാണ് ഇവാൻ റോബർട്ട്സ് പറയുന്ന മറ്റൊരു കാര്യം, ഒബേ ദ സ്പിരിറ്റ്. ഇനി പിന്നെ പറയുന്ന അവസാനത്തെ കാര്യം, കൺഫസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പബ്ലിക്ലി. കൺഫസ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പബ്ലിക്ലി. കർത്താവിനെ കുറിച്ച് പറയുവാൻ ഒരവസരം ഉണ്ടെങ്കിൽ പറഞ്ഞോണം. വലിയ പ്രസംഗത്തിൻ്റെ കാര്യമൊന്നുമല്ല, മനസ്സിലായോ? ഒരു അവസരം കിട്ടി, എന്നാ പേര്? ഇന്ന പേര്. നിങ്ങളെന്നാ എടുക്കുന്നു? ഇന്ന എടുക്കുന്നു. ഞാനൊരു സുവിശേഷകനാണ്, ഞാൻ കർത്താവിനെ കുറിച്ച് പറയുന്ന ആളാണ്. കർത്താവായ യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. അത്രയും പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തരികയാണെങ്കിൽ കൺഫസ് ദ ലോർഡ് പബ്ലിക്ലി. ഇന്ന് നമ്മളത് രഹസ്യമാക്കി വെച്ചിരിക്കുക. എത്രയോ വിശ്വാസികൾ അവൻ വിശ്വാസിയാണെന്ന് അറിയുന്ന 5-10 വർഷം കഴിഞ്ഞിട്ടാണ് അവൻ്റെ കൂടെയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾ. ഇല്ലേ? ഞാൻ ക്രിസ്മസിന് പറഞ്ഞായിരുന്നു ഞാൻ ബ്രദറുകാരനാണ്. ഇതൊന്നുമല്ല സുവിശേഷം. അപ്പോൾ ആ നിലയിൽ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റുവാനായിട്ട് കഴിയും. ഞാൻ വേറൊരു കാര്യം പറഞ്ഞായിരുന്നു, മസിൽ ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച്, അല്ലേ? ബോൺ ഡെൻസിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച്, ബ്രെയിൻ ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച്. അങ്ങനെ തന്നെയാണ് നമ്മുടെ അകത്തെ മനുഷ്യനെ ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച്. അത് പെട്ടെന്നൊരു ദിവസം കൊണ്ട്, ഇല്ലേ? ഞാൻ ഇന്ന് കുഞ്ഞുങ്ങളോട് പറയുമായിരുന്നു, അതായത് 7, 8, 9 ഉഴപ്പി 10ാം ക്ലാസ് ഗവൺമെൻറ് പാസ്സാക്കി ചങ്ങി വിട്ടു. ഇവൻ 11ാം ക്ലാസ്സിൽ ചെന്ന് പഠിക്കാൻ ഇവന് മൂടായി, പഠിക്കാൻ ആഗ്രഹമായി. പക്ഷേ 8, 9, 10 ശരിക്കും പഠിക്കാത്തവനെ 11 വിചാരിച്ചാൽ പഠിക്കാൻ പറ്റുമോ? അപ്പോൾ ബുദ്ധി പഠിച്ചില്ലെന്ന് മാത്രമല്ല, ബുദ്ധിക്ക് വികാസവും ഉണ്ടായില്ല ഈ 3-4 വർഷം. എന്ന് പറയുന്ന പോലെ തന്നെ നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ബൈബിൾ വായിച്ചാൽ നിങ്ങളങ്ങ് ആത്മീയനൊന്നും ആവില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതുകൊണ്ട് അകത്തെ മനുഷ്യൻ സംബന്ധിച്ച് നാം ഒരു വളർച്ച പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയൊരു ഉണർവ്, അങ്ങനെയൊരു മാറ്റം, അങ്ങനെയൊരു ജീവിതം, അതായത് നമ്മൾ ജിമ്മിൽ പോയി മസിൽ പമ്പ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ബ്രെയിനിനെ പമ്പ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ആത്മാവിനെയും പോഷിപ്പിച്ച് വളർത്തുവാൻ കഴിയും. കർത്താവിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഒരു ചോദ്യം വന്നത് ഞാൻ വായിക്കാം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി കൃപാവരങ്ങളെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ബി ഗ്രൂപ്പിൽ ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു കൃത്യമായിട്ട്. എ ഗ്രൂപ്പിൽ ഞാൻ മറ്റൊരു വിഷയത്തിലേക്കാണ് ഫോക്കസ്ഡ് ആയതുകൊണ്ടാണ് ആ ഒരു സംശയം വന്നത്. അപ്പോൾ എൻ്റെ എ ഗ്രൂപ്പിലത്തെ ഒരു ചോദ്യമായിരിക്കണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷയായിട്ട് ഇത് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അന്ന് ബി ഗ്രൂപ്പിൽ വായിച്ച ആ ഒരു വാക്യം അത് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എഫ്.എസ്. ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം അവിടെ കൃപാവരങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എഫ്.എസ്. ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ ഒന്ന് വായിക്കാമോ? അല്ലെങ്കിൽ ഞാൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ കൃപാവരങ്ങൾ ചിലർക്ക് കൊടുത്തിരിക്കുന്ന കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ താഴെ ഇങ്ങനെയാ വായിക്കുന്നത്, അത് നാം എന്നൊരു വാക്കാണ്
ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് അതിൻ്റെ താഴെ പറഞ്ഞ് വിശദീകരിക്കുന്നത്. അതിൻ്റെ അവസാനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ്, ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. ആത്മീക വർധനവിന് വേണ്ടി, സഭയുടെ ആത്മീക വർധനവിന് വേണ്ടി, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വർധനവിന്, പോഷണത്തിന് വേണ്ടി ആ കാര്യത്തെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ആ പ്രിയപ്പെട്ടവർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇത് തിരിച്ചറിയാതെ വന്നാൽ ഈ വ്യക്തിക്ക് ഇത് പ്രയോജനപ്പെടുത്താൻ കഴിയും. ഉദാഹരണത്തിന് പറഞ്ഞാൽ എൻ്റെ കൈ ഇത് അല്ലേ, കൈയിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ട് അല്ലേ, കൈയിൻ്റെ ധർമ്മമുണ്ട്. സാധാരണ നിലയിൽ അല്ലെങ്കിൽ കാലിന് എന്തുണ്ട്, ഒരു പർപ്പസ് ഉണ്ട് അല്ലെ, നടക്കുക എന്നുള്ള പർപ്പസാണ്. തലയിലേക്ക് ഒരു തേങ്ങ വീഴാൻ വന്നാൽ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്യുക? ഒന്നെങ്കിൽ തല വെട്ടിക്കും, അതല്ലെങ്കിൽ കൈകൊണ്ട് ആ സമയത്ത് കാല് പൊന്തിച്ചെന്നാലോ എങ്ങനെ ഇരിക്കും? ആ പർപ്പസിന് പ്രശ്നം വരും എന്ന് പറഞ്ഞാൽ, ഇതുപോലെ പലപ്പോഴും നാം നമ്മളെക്കുറിച്ചുള്ള ശരിയായ ഉദ്ദേശം മനസ്സിലാക്കാതെ വന്നാൽ എന്ത് സംഭവിക്കും? ആ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നാം ഇത് അറിയേണ്ടത് ആവശ്യമാണ്. ഒന്ന്. ഇനി രണ്ട്, ഇത് എന്തിനാ തന്നിരിക്കുന്നത്? ദൈവം തൻ്റെ ഇഷ്ടത്തെ നിർവഹിപ്പാനാണ് അല്ലെ, നിർവഹിപ്പാനാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടത്തെ നിർവഹിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആയിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, ഒരു രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ച് താല്പര്യമായിരിക്കുന്ന വിഷയം. അപ്പോൾ എനിക്കിത് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലോ ദൈവത്തിന്റെ ഇഷ്ടത്തെ പൂർണ്ണ അളവിൽ നിർവഹിപ്പാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല. അപ്പോൾ അതുകൊണ്ട് ദൈവേഷ്ടം നിർവഹിക്കണമെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ ധർമ്മം എന്തെന്ന് മനസ്സിലാക്കണമെങ്കിലും ഞാൻ എന്ത് തിരിച്ചറിയണം? എന്നെക്കുറിച്ചുള്ള കൃപാവരം ഏതെന്ന് മനസ്സിലാക്കി അത് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയണം. ഇതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം. പിന്നെ ചിലർക്ക് എന്നോട് ഈ ചോദ്യം ചോദിച്ചിരുന്നു. ഞാൻ വിചാരിക്കുന്നു അവർ തന്നെയായിരിക്കും ഒരു പക്ഷേ ഇതിട്ടുണ്ടാകുക എന്ന് വിചാരിക്കുന്നു. എൻ്റെ മനസ്സിലെ ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ ദൈവഹിതം അന്വേഷിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള എല്ലാ 2 ലീഡേഴ്സിനോടും ചോദിച്ചിട്ടുണ്ട്, എന്നോടും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രം പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ മയക്കെടുക്കാറോ അല്ലേ? ഞാൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പേർക്കൊക്കെ അറിയാം. അപ്പോൾ എൻ്റെ സംശയം, ദൈവം എന്നെ വേലയ്ക്ക് വിളിച്ചോ എന്നുള്ളത് ഭയങ്കര സംശയം. ദൈവവചനം എന്നോട് സംസാരിക്കുന്നുണ്ട്, കൃത്യമായിട്ട് വ്യക്തതയോടുകൂടെ സംസാരിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ ഭയവും പേടിയും അല്ലെങ്കിൽ എൻ്റെ വിശ്വാസക്കുറവും കാരണം പലപ്പോഴും എനിക്കൊരു ടെൻഷൻ, ഞാൻ ഇനി എങ്ങാനും ഇറങ്ങിയിട്ട് തെറ്റുപറ്റിയാൽ എന്തായി, ആകെ പ്രയാസം. അപ്പോൾ ഞാൻ അതിന് ഉത്തരം കാണാനായിട്ട് ആഗ്രഹിക്കുക, എനിക്കിത് ദൈവഹിതമാണോ എന്നുള്ള ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്താണ് ജോൺ ഗ്രീൻ അങ്കിൾ ഗൾഫിൽ ക്ലാസ് എടുക്കാനായിട്ട് വന്നത്. 3 ദിവസത്തെ ക്ലാസ്സിന് വന്നു. അപ്പോൾ മറ്റൊരു സഭയിലാണ് ഈ ക്ലാസ് നടക്കുന്നത്, ഞാൻ വേറൊരു സഭയിലാണെങ്കിലും എൻ്റെ ആഗ്രഹം, എനിക്ക് എന്ത് വേണം, എത്രയും വേഗത്തിൽ ഈ കാര്യം ഞാൻ ചെയ്യണ്ടേ എന്നുള്ള ഉത്തരം എനിക്ക് ലഭിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഓൾറെഡി ആരോടും അങ്ങനെ സംസാരിക്കുന്നയാളല്ല, അതുകൊണ്ടാണ് സഹോദരന്മാരോട് സംസാരിക്കാതിരിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്. ആ ഭയം ഉള്ളത് കൊണ്ട്, എന്നാലും അതൊക്കെ മാറ്റിവെച്ച് ഞാൻ വിചാരിച്ചു ഇദ്ദേഹത്തോട് പോയിട്ട് ഇതുവരെ സംസാരിച്ചിട്ടില്ല, അറിയില്ല, എങ്കിലും എനിക്ക് ചോദിക്കണമെന്ന് വിചാരിച്ചു. ഞാൻ എന്ത് ചെയ്തു, ജോലി കഴിഞ്ഞ് രാത്രിയിൽ, ഗൾഫിലൊക്കെ അറിയാലോ, എനിക്ക് 1.5 മണിക്കൂർ യാത്ര ചെയ്യണം ഈ ജോലി സ്ഥലത്തുനിന്ന് ഇവിടേക്ക് വരാൻ. അങ്ങനെ ഞാൻ വന്നു. ആദ്യത്തെ ദിവസം വന്നു. ജോൺ ഗ്രീൻ അങ്കിളോട് എനിക്കിത് ചോദിക്കണം, എനിക്ക് ഓൾറെഡി ഇതൊരു സംശയമാണ്, അതുകൊണ്ട് ആരും കേൾക്കാനും പാടില്ല. അതുകൊണ്ട് കാത്തു കെട്ടി നിന്നു. എന്തിന്? ജോൺ ഗ്രീൻ അങ്കിൾ ക്ലാസ് അറ്റൻഡ് ചെയ്തു. ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം എനിക്ക് വേണമെന്ന് പോയിട്ട് ഈ കാര്യം ചോദിക്കാൻ ചെല്ലുമ്പോൾ ഓരോരുത്തർ കാണാൻ വരും. എനിക്കാണെങ്കിൽ അവസാനത്തെ ബസ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അവസാനം ഞാൻ വളരെ വിഷമത്തോടുകൂടി ആദ്യത്തെ ദിവസം പോയി. 2ാമത്തെ ദിവസം കുറച്ചും കൂടെ ധൈര്യം വെച്ചു. എന്താ, ഈ ദിവസമെങ്കിലും ഞാനിത് ചോദിക്കണം, കാരണം എനിക്ക് അറിയാൻ വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ആ ധൈര്യത്തിൽ കുറച്ചും കൂടെ ധൈര്യം വെച്ചിട്ട് ഞാൻ 2ാമത്തെ ദിവസം പോയി. ആ കാര്യങ്ങൾ ഇതുപോലെ ആരംഭിച്ച് കുറച്ച് അടുത്തേക്ക് വരുംതോറും ആരെങ്കിലുമൊക്കെ അദ്ദേഹം വിളിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ ആരെങ്കിലും വിളിച്ചു കൊണ്ടുവരും. പിന്നെയും ഇതേ പ്രശ്നം. അപ്പം എനിക്ക് ഇത് വല്ലാത്തൊരു അവസ്ഥയായി. കുറച്ചും കൂടെ പിറ്റേ ദിവസം, ഒറ്റ ദിവസമുള്ളൂ എന്നെ സംബന്ധിച്ച് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ടുള്ള വിഷയമാണ്. എനിക്കിന്ന് എന്തായാലും എന്ത് വേണം, ഈ കാര്യം അറിയണം. ഞാൻ പ്ലാൻ എന്താ മാറ്റിയത്? ഇത്ര ദിവസവും ഞാൻ എപ്പോഴാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്, അവസാന 2 സമയം അല്ലെങ്കിൽ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം
ആളെ അപ്രോച്ച് ചെയ്യാൻ ശ്രമിച്ചത്. അതുകൊണ്ടായിരിക്കും പരാജയപ്പെട്ടത്. നേരത്തെ വന്നാൽ ചിലപ്പോൾ ആരും കാണാനുണ്ടാവില്ല. ഞാൻ നേരത്തെ പോയി ഇതുപോലെ തന്നെ അവിടെ കാത്തുകെട്ടി നിന്നു. എനിക്ക് എൻ്റെ സഭയല്ലാത്തതുകൊണ്ട് എനിക്ക് തുറന്നു കയറാനുള്ള സാഹചര്യമൊന്നുമില്ല. അവിടെ കാത്തുകെട്ടി നിന്നു. നിന്ന് കുറേ നേരം നോക്കിയിട്ടും അദ്ദേഹം ഇത്തിരി ആവശ്യത്തിന് സമയത്താണ് വന്നത്. ഈ പറഞ്ഞതുപോലെ വരുമ്പോഴേ തന്നെ ആളുടെ കൂടെ എന്തുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോഴും എനിക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല, ചോദിക്കാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല, ഒരു ചാൻസ് കൂടെ എനിക്കുണ്ടല്ലോ. ഇത് കഴിയുമ്പോൾ ഒരു ചാൻസും കൂടെ എനിക്കുണ്ട്. ഞാനിത് വെയിറ്റ് ചെയ്ത് നിന്ന് ആ കാര്യത്തിന് വേണ്ടി താല്പര്യപ്പെട്ട് നിൽക്കാനായിട്ട് അകത്ത് കയറി ഇതുപോലെ നിങ്ങൾ ഇരിക്കുന്നത് പോലെ ഈ വചനം കേൾക്കാനായിട്ട് ഇരിക്കുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച് വന്നിരിക്കുന്ന അടുത്ത വാചകം താൻ പറയുക ഇങ്ങനെയാണ്: ദൈവഹിതം കണ്ടെത്താനായിട്ട് there is no shortcut. ആടുകൾക്ക് ഇടയന്റെ ശബ്ദം കേൾക്കാൻ കഴിയണം. അതിന് പ്രത്യേക തരത്തിലുള്ള ഒരു കുറുക്ക് വഴികളും ഒരാൾക്ക് നൽകാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. കേൾക്കാനാണ് വന്നിരിക്കുന്നത്. കുറുക്ക് വഴി ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വന്നിരിക്കുന്നത്. കേട്ടത് എന്താ? ഒരു കുറുക്ക് വഴിയുമില്ല. നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്ന് ഈ ദൈവഹിതം കണ്ടെത്തണം എന്നുള്ള വിഷയമാണ് വന്നത്. എന്നെ സംബന്ധിച്ച് പിന്നെ എനിക്ക് മനസ്സിലായി, കാത്തിരിക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് സമയത്ത് മീറ്റിംഗ് കഴിഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ എവിടേക്ക് പോന്നു, ഞാൻ എൻ്റെ ജോലി സ്ഥലത്തേക്ക് അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം റോമാലേഖനം 12-ാമത്തെ അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ POC ബൈബിളിൽ വായിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി അതിനൊരു ക്ലിയർ ആയിട്ട് ആ വാക്യത്തിന് അവിടെ കിട്ടുന്നുണ്ട്. ആ ഒരു വാക്യം അവിടെ കൃത്യമായിട്ട് ആ വാക്യം POC ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അതേ ക്ലാരിറ്റി ഉണ്ട്. എന്നിരുന്നാലും ലളിതമായ മലയാള ഭാഷ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ വായിക്കാം. ആ വാക്യം വായിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണമേ. ഇങ്ങനെയാണ് അത് ആരംഭിക്കുന്നത്. 1-ാമത്തെ വാക്യം: ആകയാൽ സഹോദരരെ, ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഒരു അപേക്ഷ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥ ആരാധന. ഇനി അടുത്തത് പറയുകയാണ്: നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. എന്നിട്ട് ശ്രദ്ധിക്കണമേ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇതാ വാക്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതിലത്തെ സ്റ്റെപ്പുകൾ നിങ്ങൾക്കറിയാം. നിങ്ങൾ കേൾക്കാത്ത ആളുകളല്ല, അല്ലല്ലോ. റോമാലേഖനം 12-ാമത്തെ അധ്യായം ഞാൻ വീണ്ടും ആവർത്തിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിക്കുന്നത് ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിനോടുള്ള ബന്ധത്തിലൊക്കെയാണ് പലപ്പോഴും എന്ത് വരുന്നത്, ദൈവഹിതമാണോ എന്നൊരു ചോദ്യം നമുക്ക് വരുന്നത്. അല്ലെങ്കിൽ പ്രത്യേകമായ ഡിസിഷനോടുള്ള ബന്ധത്തിലാണ് നമുക്ക് ഈ ചോദ്യങ്ങൾ വരുന്നത്. ഈ ചോദ്യങ്ങൾ വരുന്നതിന് മുൻപ് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ദൈവഹിതം തിരിച്ചറിയാൻ കഴിയും. അതിന് മുൻപ് ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യണം. ഒന്ന്, ദൈവകാരുണ്യത്താലാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് ഈ കാര്യം അറിയാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതങ്ങളെ ജീവനുള്ള യാഗമായിട്ട് എന്ത് ചെയ്യണം, സമർപ്പിക്കണം. എന്ന് പറഞ്ഞാൽ സബ്മിഷൻ സംഭവിക്കണം. എന്നിട്ട് അടുത്ത് പറയാം, ലോകത്തിന് എന്താകരുത്, അനുരൂപർ ആകരുത്. ഞാൻ ചോദിക്കട്ടെ, ഈ കാര്യങ്ങൾ ദൈവത്തിന് സബ്മിറ്റ് ചെയ്ത, സറണ്ടർ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ കേട്ടതാ, ഇന്നലെ നമ്മൾ പഠിച്ചതാ, മനസ്സിലാക്കിയതാ. ദൈവത്തിന് എന്നെ തന്നെ സറണ്ടർ ചെയ്ത ഒരു മനുഷ്യനെ സംബന്ധിച്ച് പിന്നീട് അവന്റെ സ്വന്തം ഇഷ്ടങ്ങളുണ്ടോ? എനിക്ക് ഇന്നയാളെ വേണമെന്ന് ഞാൻ തന്നെ ആവശ്യപ്പെടുന്ന അവസ്ഥ വരുന്നില്ല. അപ്പോൾ ദൈവഹിതം അന്വേഷിക്കുമ്പോൾ തീർച്ചയായും പിന്നീട് എന്നെ സംബന്ധിച്ച് എന്താ, ദൈവത്തിന്റെ ഇഷ്ടമാണ് എൻ്റെ പ്രാധാന്യം എന്നുള്ളത് കൊണ്ട് ഞാൻ എന്നെ തന്നെ ആർക്ക് കൊടുത്തിരിക്കുക, ദൈവത്തിന് സമർപ്പിച്ചിരിക്കുക. ആ വിഷയത്തിന്റെ അടുത്ത ഭാഗമാണ് ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. നന്മയും പ്രസാദവും പൂർണ്ണതയും, അല്ലെ, ഏറ്റവും നല്ലതായിരിക്കുന്ന, ദൈവത്തിന് പ്ലീസിംഗ് ആയിരിക്കുന്ന, പെർഫെക്റ്റ് ആയിരിക്കുന്ന ആ ദൈവഹിതം നിങ്ങൾക്ക് ആര് നൽകി തരും? ദൈവം അറിയിച്ച് നൽകി തരും. നമ്മൾ വായിക്കുന്ന വാക്യങ്ങൾ അറിയാം, ദൈവത്തിന്റെ സ്നേഹിതന്മാരോട് ദൈവം എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെക്കുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഒരു അനുഭവ ബന്ധം പേഴ്സണലി ദൈവമായിട്ട് നമുക്ക് വരുമ്പോഴാണ് ഈ ദൈവഹിതത്തെ കുറിച്ച് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നത്.
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ അവിടെ നിന്നും സമയമെടുത്തു ഈ വിഷയത്തിലേക്ക്, അല്ലെങ്കിൽ ഞാൻ എന്തിന് ഈ പൂർണ്ണമായിട്ട് വേറെയോടുള്ള ബന്ധത്തിൽ. പക്ഷേ അന്ന് മുതൽ കൃത്യമായിട്ട് ഇത് അറിയാനും എന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇത് തിരിച്ചറിയാനും ഞാൻ കാത്തിരുന്ന നിമിഷങ്ങളുണ്ട്. ഞാൻ പറയട്ടെ, നമ്മുടെ ഒക്കെ ജീവിതത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കേണ്ടുന്ന വിഷയമായിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് തുടർമാനമായിട്ട് സംഭവിക്കുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മൾ കേട്ട ക്ലാസ്സുകളൊക്കെ അതിനിടയാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുകയാണ്. ഇങ്ങനെ ഒരു അവസരം തന്ന YMF-നോടുള്ള നന്ദിയും ഞാൻ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മുന്നോട്ട് ചില വാക്കുകൾ പറയാനായിട്ട് നോർത്ത് ഡിവിഷൻ സെക്രട്ടറി മാത്യു. ദൈവനാമത്തിന് മഹത്വം. നിങ്ങൾ പറഞ്ഞ പല കാര്യങ്ങളും ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. തുടർന്നുള്ള ക്യാമ്പുകളിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഉള്ള ബാക്കി ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാം. അപ്പോൾ തന്നെ എനിക്ക് റിക്വസ്റ്റ് നിങ്ങളോടുള്ളത്, നിങ്ങൾ ഈ ദിവസങ്ങളിൽ കേട്ട വചനം അടുത്ത ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയൊരു മാറ്റത്തിന് കാരണമായി തീരുവാനായിട്ട് ഇടയായിത്തീരണം. അല്ല എങ്കിൽ ഈ ശുശ്രൂഷ കൊണ്ട്, ഇതിൻ്റെ പുറകിൽ കഴിച്ച അധ്വാനം കൊണ്ട് ഞങ്ങൾ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുവാനായിട്ട് സാധ്യമാകുന്നില്ല. പ്രിയ കർത്തദാസന്മാരിൽ കൂടെയെല്ലാം അനുഗ്രഹീതമായ വചനം നമുക്ക് കേൾപ്പാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ വ്യക്തിപരമായിട്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ വളരുവാനായിട്ട്, ആത്മീകമായിട്ട് ബലപ്പെടുവാനായിട്ട് ഇടയായിത്തീരേണ്ടത് വളരെ ആവശ്യമാണ്. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ, പഠന സ്ഥലങ്ങളിൽ, ജോലി സ്ഥലങ്ങളെല്ലാം അവിടുത്തെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണം. ഒരു വാക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഭയപ്പെടേണ്ട. ലൂക്കോസിന് സുവിശേഷത്തിൽ ഏറിയ കുരികളിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ, അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഒരുപോലെ അറിയുന്ന സർവ്വബലവനായിരിക്കുന്ന ഒരു ദൈവം ജീവിതത്തിൽ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ചോദ്യത്തിൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ വളരെ ആശ്വസിപ്പിക്കുന്ന നമ്മുടെ കർത്താവ് അപ്പം നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട. ഈ ബുക്ക്ലെറ്റ് അടിച്ചപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ പതരാതെ നമുക്ക് ഒരുമിച്ച് മുന്നേറാം എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ ഏതെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും അവിടം കൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം അവസാനിക്കുന്നതല്ല. അവിടെ നമുക്ക് പണിത് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരണം. വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സഭാ ജീവിതത്തിലെല്ലാം അനവധിയായിട്ടുള്ള പ്രതിബന്ധങ്ങൾ വരുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കർത്താവിൽ ആശ്രയിച്ച് പോകുവാനായിട്ട് ഇടയായിത്തീരട്ടെ. ഞാൻ ആദ്യമായിട്ട് ഒരു ക്യാമ്പ് ക്രമീകരിക്കണമെന്നവർ ഇങ്ങോട്ട് തന്നെ റിക്വസ്റ്റ് ചെയ്ത 23 ദിവസങ്ങളിൽ ഹോൾ ബുക്ക് ചെയ്തു. സഹോദരന്മാരുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഹോളിഡേ മാറി. അപ്പോൾ ഇനി എന്ത് ചെയ്യും? ക്യാമ്പ് ഈ സമയത്ത് നടത്തിയില്ലെങ്കിൽ ഇനിയൊരു അവസരം ഈ വർഷം ഇല്ല, ഇനിയൊരു അവസരം കിട്ടാതെ വരുമോ എന്നുള്ള ചിന്തയൊക്കെ ഞങ്ങൾ ഭരിച്ചു. അപ്പോൾ പല സഹോദരന്മാരും പറഞ്ഞ് വളരെ ചുരുക്കം 50 പേരാണെങ്കിലും നമുക്ക് ഈ ക്യാമ്പ് നടത്താം. കാരണം വലിയൊരു ആൾക്കൂട്ടത്തിലല്ല. ഇവിടെ ഇരിക്കുന്ന പ്രിയ കർത്താസം പറഞ്ഞ പോലെ റിവൈവൽ വരുന്നത് ചെറിയൊരു തീപ്പൊരിയിൽ നിന്നാണ്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ആരുടെയൊക്കെ ഹൃദയത്തിലാണ് ഇത് കത്തിയിരിക്കുന്നത് എന്ന് അറിയുന്നില്ല. 1-2 പേരുടെ ഹൃദയത്തിൽ കത്തിയാലും അതാണ് ക്യാമ്പിന്റെ വിജയം. ദൈവം അതിനെ സഹായിക്കുമാറാകട്ടെ. അതിനെ ഇവിടെ ഈ ക്യാമ്പ് സെന്ററിൽ വിളിച്ച് അന്വേഷിച്ചു. ഇവര് അതിന് അനുകൂലമായ ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. കർത്തദാസന്മാരെ വീണ്ടും വിളിച്ചു. വളരെ പ്രയാസങ്ങളുണ്ട്. കാരണം ടിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ബാംഗ്ലൂരിൽ നിന്നാണ് സാം.കെ. ജോൺ സാർ വരുന്നത്, ജോർമാൻ സാർ വരുന്നത് ബോംബെയിൽ നിന്നാണ്. അപ്പൊ ഇവർക്ക് 2 പേർക്കും ടിക്കറ്റിന്റെ വലിയ പ്രയാസം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ദൈവം ആണ് ക്രമീകരിച്ചത്. പ്രത്യേകമായിട്ടുള്ള നന്ദി സാം.കെ. ജോൺസോനോട് ഈ സമയത്ത് അറിയിക്കുകയാണ്. YMF നോർത്ത് ഡിവിഷൻ ട്രസ്റ്റിന്റെ പേരിൽ. അതുപോലെ ജോർജ് മാത്യുവിനോട് പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ ഈ സമയത്ത് അറിയിക്കുകയാണ്. അതുപോലെ ഞങ്ങളുടെ സഹോദരൻ സ്പർജൻ ജോൺസോനോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുകയാണ്.
ഈ കാര്യങ്ങളെല്ലാം ചെയ്തപ്പോൾ ഇതിന്റെ വിഷയങ്ങളെല്ലാം നിങ്ങൾ വളരെ പ്രാർത്ഥിച്ച് ഇവിടെ വരുന്ന യുവജനങ്ങൾക്ക് ആത്മീകമായിട്ടുള്ള വർധനവിന് അവരുടെ ജീവിതത്തിൽ ക്രമീകരണങ്ങൾക്കെല്ലാം കാരണമായി തീർന്നുള്ള ഏക ലക്ഷ്യത്തോടുകൂടെ ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് ദൈവനാമം ശുശ്രൂഷ മുഖാന്തരം മഹത്വമെടുക്കണം. നമ്മുടെ യുവജനങ്ങൾ ആത്മീയമായിട്ട് ബലപ്പെടണം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ കാര്യത്തിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ ആദ്യം രാജസൂറിനോട് ഈ കാര്യം ഒന്ന് റെക്കോർഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ തന്നെ അതിനകത്ത് പല കാര്യങ്ങൾ ചോദിക്കുവാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഒരു തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ അത് വേണ്ട, കോമന്റ് സെക്ഷൻ മാത്രം ചെയ്താൽ മതി ചിന്തയിലേക്ക് എത്തിയത്. ഇതിന്റെ ലക്ഷ്യം എന്നുള്ളത് നിങ്ങളുടെ ആത്മീകമായിട്ടുള്ള വർധനവ് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ള ലക്ഷ്യം. അയാൾ കത്തുദാസുമാരോട് ഈ 2 ദിവസം വളരെ എഫേർട്ട് എടുത്ത് ഇതിന്റെ പുറകിൽ അധ്വാനിച്ചു, വചനം പറഞ്ഞു നൽകി തന്നു. പ്രിയ കത്തുദാസുമാരുള്ള ഹൃദയംഗമായിട്ടുള്ള നന്ദി സമയത്ത് അറിയിക്കാനാണ്. ഹൃദയമായിട്ട് നിങ്ങളോട് ആരും വന്നില്ല എങ്കിൽ ഈ ക്യാമ്പ് അത് വളരെ മുൻപോട്ട് പോകാനായിട്ട് തടസ്സം. അപ്പോൾ ആ നിലയിൽ പലരോടും പറഞ്ഞു, അവരെല്ലാം ആ കാര്യം സാധ്യതയുള്ള എല്ലാവരും വന്നു. പ്രത്യേകമായിട്ടുള്ള നന്ദി നിങ്ങളോട് ഈ സമയത്ത് അറിയിക്കുകയാണ്. അടുത്ത ക്യാമ്പിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കൂട്ടി നിങ്ങൾ ക്യാമ്പിൽ വന്ന് സംബന്ധിക്കണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. ആ കാര്യത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. അവിടെ ക്യാമ്പ് സെൻറ്റർ നമുക്ക് ആദ്യം ഏൽപ്പിച്ച ക്യാമ്പ് സെൻറ്ററിൽ സാവകാശം ഉണ്ടായില്ല. ഇവിടെ നമ്മൾ വിളിച്ചന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള CC ശാന്തി കേന്ദ്രയിലെ ആ ഫാദർ എല്ലാ നിലയിലും ഫുൾ സപ്പോർട്ട് ഈ കാര്യത്തിൽ നൽകി. എല്ലാ ക്രമീകരണങ്ങളോട് ബന്ധത്തിലും എനിക്ക് തോന്നുന്നത് ഇവിടെ അവരാരും നമ്മൾക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. നമ്മൾ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യുന്നത്. പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ പോകുമ്പോൾ 2 ആൾ പുറകെയുണ്ടാവും. പക്ഷെ അങ്ങനെ യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ നമ്മുടെ ഒരു ക്യാമ്പ് സെൻ്റർ ആയിട്ട് തന്നെ ഇത് ഉപയോഗിക്കുവാനായിട്ടുള്ള സാവകാശം ലഭിച്ചു. ഭക്ഷണം അത് പ്രിയ മക്കളെല്ലാം പറഞ്ഞു, വളരെ രുചികരമായ നിലയിൽ നല്ല നിലയിലുള്ള ഭക്ഷണം അവരുണ്ടാക്കി നൽകി തന്നു. പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ടവരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. അതുപോലെ കീബോർഡ് വായിച്ച പ്രിയമക്കൾ, പാട്ടുകൾ പാടി എന്നതിൽ സഹായിച്ച പ്രിയമക്കളെല്ലാം ദൈവവരങ്ങളിൽ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപാവരങ്ങൾ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് വിനിയോഗിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. തുടർന്നും ഇത് അധികമായി ചെയ്യുവാനായിട്ട് ദൈവം ധാരാളമായിട്ട് സഹായിക്കട്ടെ. രാജസ്വന ശുശ്രൂഷ ചെയ്തു. പ്രിയ കത്തുദാസനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞാൻ ആ പോസ്റ്റ് ജിജോ പറഞ്ഞുകൊണ്ട് എന്ന് മെൻഷൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ദൈവം പല കഴിവുകൾ നൽകി തന്നിട്ടുണ്ട്. അതിങ്ങനെയുള്ള ആത്മീക ശുശ്രൂഷകൾക്കായിട്ട് നിങ്ങളെ ഒന്ന് ശ്രമിച്ചു നോക്കുവാൻ പറഞ്ഞപ്പോൾ ഞാൻ ജിജോയോട് പറഞ്ഞു, ഒരു പോസ്റ്റ് ഉണ്ടാക്കി തരാനാ. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് 6 പോസ്റ്റർ വന്നു. അപ്പോൾ അത് നിങ്ങൾക്കെല്ലാം ഇങ്ങനെ ഈ പല നിലയിൽ ഈ ശുശ്രൂഷയിലെല്ലാം പങ്കുചേരുവാനായിട്ട് സാധിക്കും. നിങ്ങളൊക്കെ ആ നിലയിൽ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്ന മക്കളാണ്. അപ്പോൾ ദൈവം നിങ്ങൾക്ക് നൽകി തരുന്ന എല്ലാ സാധ്യതകളും ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് വിനിയോഗിക്കാനായിട്ട് തുടർന്നുള്ള ആളുകൾ ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കുമാറാകട്ടെ. പ്രത്യേകം അതിൻ്റെ പുറകിൽ അധ്വാനിച്ച പല പ്രിയപ്പെട്ടവരുമുണ്ട്. എക്സിക്യൂട്ടീവ് ഭാരവാഹികളായിരിക്കുന്ന YMF നോർത്ത് ഡിവിഷൻ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും പ്രത്യേകമായിട്ടുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. വന്ന് പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും, ഈ കാര്യത്തോട് ബന്ധത്തിൽ പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവതിരുനാമം മഹത്വപ്പെടുവാൻ കാരണമായി തീരട്ടെ. സാറിനോട് പ്രത്യേകം നന്ദി പറയുന്നു. ഇങ്ങനൊരു ക്യാമ്പ് ക്രോഡീകരിക്കുവാൻ തക്കൊണ്ടും അതിനോടൊപ്പം മറ്റുള്ളവർക്കും സഹകരിക്കുവാൻ തക്കൊണ്ടും ഇടയായി അവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് YMF-ൻ്റെ ക്യാമ്പല്ല, ലീഡേഴ്സിൻ്റെ മാത്രം ക്യാമ്പല്ല, നമ്മുടെ ക്യാമ്പായിട്ട് ഇത് മാറി. ഇനി ഈ ക്യാമ്പ് തുടർന്ന് നമുക്ക് ചെയ്യണ്ടേ? ചെയ്യണം എന്നുറക്കെ പറ. ഓക്കെ, താങ്ക് യു. നമുക്കിപ്പോൾ ഈ 2025-ൻ്റെ അവസാന ദിവസങ്ങളിലേക്ക്, മണിക്കൂറുകളിലേക്ക് വന്നിരിക്കുകയാണ്. ഒരു പുതിയ വർഷം നമ്മെ കാത്തിരിക്കുന്നു. ദൈവം നമുക്ക് ആ വർഷം തരുന്നുവെങ്കിൽ ദൈവനാമോഹത്വത്തിനായി ജീവിപ്പാൻ തക്കൊണ്ണം ഇടയാകട്ടെ. ഇപ്പോൾ നമുക്ക് ഈ ക്യാമ്പ് മീറ്റിംഗ് ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ AD ജെയിംസ് ഓരൻ ഇപ്പോൾ മുന്നോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതായിരിക്കും. തുടർന്ന് നമുക്ക് പരസ്പരം ഫീഡ്ബാക്ക് ഫോമിൽ പല തീരുമാനങ്ങൾ എടുത്തതായിട്ട് ഞാനൊന്ന് ഓടിച്ചു നോക്കി. ആ തീരുമാനങ്ങൾ ആ പേപ്പറിൽ അവസാനിക്കരുത്. തുടർന്ന് നിങ്ങളത് പാലിക്കുവാനായിട്ട് ശ്രമിക്കണം. പലരും പറഞ്ഞു ഞാൻ വചനധ്യാനം, ബൈബിൾ വായന, പ്രാർത്ഥന, അങ്ങനെ ഓരോ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എടുത്ത തീരുമാനങ്ങൾ
ഉറച്ചു നിൽക്കുകയും അത് അന്ത്യം വരെ പാലിക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കണം. മറ്റാരും അതിൽ ശ്രമിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അത് തീരുമാനങ്ങളെടുത്ത എല്ലാവരും അതിൽ തീരുമാനങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങണം എന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇപ്പോൾ അവസാനിപ്പിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സുഖപിതാവേ, ഈ നല്ല വൈകിയ സമയത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ നിമിഷങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് നൽകി തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഇതിൻ്റെ പിന്നിൽ അവിടുന്നാണ് ഇതിനൊക്കെ മുഖാന്തരമായി തീർന്നത്. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഈ 2 ദിവസങ്ങൾ കർത്താവെ വളരെ സന്തോഷം അനുഭവിപ്പാൻ, ആത്മീക കർത്താവെ പ്രചോദനം അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ടും തിരുനാമത്തിൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ വളരെ സംശയങ്ങളും വളരെ കാര്യങ്ങൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ അതൊക്കെ മാറ്റി തന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവിടുന്ന് ആഗ്രഹിച്ച മക്കളെ അവിടുന്ന് കൂട്ടിവരുത്തി, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവർക്ക് ആവശ്യമായ വചനം പറഞ്ഞു കൊടുക്കുവാൻ അവിടുത്തെ ദാസന്മാരെ അവിടുന്ന് ഉപയോഗിച്ചു, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അവരെ കേൾപ്പിച്ച വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ അത് ക്രിയേറ്റ് ചെയ്യുവാൻ, അത് അവർ അന്ത്യം വരെ അത് പാലിക്കുവാൻ അവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ജീവനും ചൈതന്യവും എന്നുള്ളതാണ്. അത് 20 ആയത്തിലേക്കാൾ മൂർച്ചയുള്ളതാണ്. ആത്മാവിനെയും സന്ധിബന്ധങ്ങളെയും തുളച്ചു ചെല്ലുന്നതാണ്. കർത്താവെ, അവർ പാപം ചെയ്യുമ്പോൾ അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ കർത്താവെ, അവിടുന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയും അതിൽ നിലനിൽക്കുവാൻ കുഞ്ഞുങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ച എല്ലാ കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കടന്നു വരാൻ ഇടയായിത്തീർന്നു. അതിനായിട്ട് സ്തോത്രം. കർത്താവ്, തിരിച്ച് ഞങ്ങൾ യാത്രയിൽ പോകുന്നു. അവിടുന്ന് കൂടെ ഇരിക്കണമേ. ഈ ദിവസങ്ങളിൽ കർത്താവ് അസുഖങ്ങളോ മറ്റ് പ്രയാസങ്ങളോ ഒന്നും വരാതെ എല്ലാവരെയും കാത്തു പരിപാലിച്ചു. എല്ലാറ്റിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സ്ഥാപനം ഞങ്ങൾക്ക് വേണ്ടി തുറന്നു തന്നു. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവർക്ക് കൊടുത്ത മനസ്സിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, വരും ദിവസങ്ങളിലും അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ ഇന്നലെയുള്ള ക്യാമ്പുകൾ നടത്തുവാൻ അവിടുന്ന് സഹായിക്കണം. കർത്താവ്, കുഞ്ഞുങ്ങളെ അതിനായിട്ട് ഒരുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ഭൗതികമായ കാര്യങ്ങളിൽ അവർക്ക് പഠിക്കുവാനുള്ള കഴിവ് അവിടുന്ന് ധാരാളമായിട്ട് നൽകണമേ. നാളെ കർത്താവ്, അടുത്ത ദിവസങ്ങളിൽ പരീക്ഷയും അതുപോലെ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളത്. കർത്താവ്, ആ കുഞ്ഞുങ്ങൾക്ക് അതിൽ നല്ല നിലയിൽ പെർഫോം ചെയ്യുവാനായിട്ട് ആ കുഞ്ഞുങ്ങളെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്യാമ്പിന് വന്നതുകൊണ്ട് ആർക്കും ഒരു പരാജയം ഉണ്ടാകുവാൻ ഇടവരുത്തരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുഞ്ഞുങ്ങളെ അവിടുന്ന് ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവിടുത്തെ കൃപ കൊണ്ട് ഇതുവരെ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവോട് പറഞ്ഞതുപോലെ ഈ ബലത്തോടെ പോകുക എന്ന് പറഞ്ഞതുപോലെ ഈ ബലത്തോടെ ഞങ്ങൾ പോകുവാൻ, ഈ ബലത്തോടെ കർത്താവ് ഞങ്ങൾ ഒരു ദിവസങ്ങളായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓർത്തുപോലെ 2025 വർഷത്തിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. പുതിയൊരു വർഷം അവിടുന്ന് അനുവദിക്കുന്നെങ്കിൽ കർത്താവെ, ആ വർഷം അങ്ങയ്ക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുവാൻ, അങ്ങയ്ക്ക് വേണ്ടി കൂടുതൽ സാക്ഷി ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ സ്ഥലം സഭകളെ, ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് കരുണ ചെയ്യണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാറ്റിനായിട്ടും നന്ദിയോടെ സ്തോത്രം. കൃപ കൂടെ ഇരിക്കണം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഞങ്ങളുടെ പുഷ്പാദത്തിൽ താഴ്വിനിയുമായി അപേക്ഷിച്ചു കൊള്ളുന്നു. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയടന്ന പരിശുദ്ധാത്മാവിന്റെ സംസം കൂട്ടായ്മ നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെയും ഈ ദിവസങ്ങളിൽ വചനം കേട്ട അവിടുത്തെ മക്കളോടുകൂടെയും അവൻ സംസാരിച്ച അവിടുത്തെ മക്കളോടെയും ലോകമെമ്പാടുള്ള ഞങ്ങളുടെ വീണ്ടെടുപ്പെട്ട ജനത്തോടു കൂടെയും ഇപ്പോഴെപ്പോഴും കർത്താവിന്റെ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ആമേൻ. എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ആരൊക്കെയും നന്ദി പറയാം.